ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇക്കോണമി 9th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 9th ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുന്നേ ഫോക്കസ് ഏരിയ സെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫോക്കസ് ഏരിയയിലുള്ള ഭാഗമാണ്. ഫോക്കസ് ഏരിയയിലുള്ളതെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണെന്ന് പറയാം. നമുക്കറിയാം ഫോക്കസ് ഏരിയ ഇന്ത്യൻ ഇക്കോണമിയിൽ 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 9th ചാപ്റ്ററിൽ നിന്ന് മിനിമം 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മാത്രമല്ല ഫോക്കസ് ഏരിയയിൽ കൊടുത്ത പോയിന്റ്സ് ഉണ്ട്. അതായത് ഈ ചാപ്റ്ററിൽ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ്, ഇന്ത്യയിലെ ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റിൻ്റെ അവസ്ഥ എന്താണ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഈ പോയിൻറ്റ്സിനെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഒന്നാമത്തേത് ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ്, എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഫോക്കസ് ഏരിയ ഒന്നും അല്ലെങ്കിലും എല്ലാ വർഷങ്ങളിലും പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ് ഇത്. മിനിമം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ വർഷം മിനിമം 15 ചോദിക്കും, അത് 20 വരെയും ആവാം. ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്, അതായത് പ്രകൃതിയുടെ ധർമ്മങ്ങൾ, ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്. പിന്നെ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പിന്നെ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇത് എസ്സേ ആണ്. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങൾ, എസ്സേ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോക്കസ് ഏരിയയുടെ പോയിന്റ് തന്നതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ മാത്രം, ഈ പോയിന്റ്സ് മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഓസോൺ ഡിപ്ലീഷനും ഗ്ലോബൽ വാർമിങ്ങും, ആഗോളതാപനം, അതോടൊപ്പം ഓസോൺ ഡിപ്ലീഷനും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ചാപ്റ്റർ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് തന്നെ എടുക്കാം. ഷുവർ, ഇന്നത്തെ ക്ലാസ്സിൽ ഓർക്കുക, മിനിമം 15 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. അത് 20 മാർക്ക് വരെ ആവാം. എസ്സേ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം എൻവയോൺമെൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 6th ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഇവിടെ വരുന്നുണ്ട് എന്ന്. കാരണം 6th ചാപ്റ്റർ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു പാർട്ടാണ് ഓർഗാനിക് ഫാമിംഗ്. അഗ്രികൾച്ചർ ഫീൽഡിൽ സുസ്ഥിര വികസനം കൊണ്ടുവരാൻ വേണ്ടി ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി, കാർഷിക രീതി നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇവിടെ ലാസ്റ്റ് പാർട്ടിൽ എസ്സേ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. എവരിവൺ, നിങ്ങളെല്ലാവരും ബുക്ക് ഓപ്പൺ ചെയ്യുക, ലിസൺ ചെയ്യുക. ഓക്കെ, ബുക്ക് ഓപ്പൺ ചെയ്ത് ബുക്കിലൂടെ പോവുക, അണ്ടർലൈൻ ചെയ്യുക. എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇൻട്രൊഡക്ഷൻ. Growth has its attendant evils. Industrialization creates problems like environmental degradation. രാജ്യത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ വ്യാവസായികവൽക്കരണമൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ നെഗറ്റീവ്സ് സംഭവിക്കുന്നുണ്ട്. അതായത് പരിസ്ഥിതി മലിനീകരണം, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ഒക്കെ നമുക്കറിയാവുന്നതാണ്. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, അതായത് നമ്മുടെ പ്രകൃതി ഡീഗ്രേഡ് ചെയ്തു പോകുന്നതിൻ്റെ ക്വാളിറ്റി, നന്മ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു. ഏത് വ്യത്യസ്ത രൂപത്തിൽ, ഡീഫോറസ്റ്റേഷൻ, ഓവർ ക്രൗഡിങ് ഇൻ സിറ്റീസ് എക്സെട്ര. അതായത് നമ്മുടെ ഈ സാമ്പത്തിക വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യം മുന്നോട്ടേക്ക് വളർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ പ്രകൃതി മലിനമാവുന്നതോടൊപ്പം നമ്മുടെ വനനശീകരണം സംഭവിക്കുന്നുണ്ട്. ജനങ്ങളുടെ എണ്ണം, ഓവർ ക്രൗഡിങ്, പ്രത്യേകിച്ച് അർബൻ ഏരിയയിൽ, ടൗൺ ഏരിയയിലൊക്കെ ജനങ്ങളുടെ എണ്ണം കൂടി തിങ്ങിപ്പാർക്കുന്ന ഒരവസ്ഥയും അത് തന്നെ പൊല്യൂഷന് കാരണമാകും. കാരണം ജസ്റ്റ് ജനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ നമ്മുടെ ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. അപ്പോൾ തന്നെ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എൻവയോൺമെൻറ്റിൽ കൂടുമ്പോൾ ചൂട് കൂടും, നമ്മൾ അസ്വസ്ഥമാവും. നമുക്കറിയില്ല, ഇപ്പോൾ ഒരു റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നതിനേക്കാൾ നമ്മൾ അസ്വസ്ഥമായിരിക്കും ഒരു 10 ആളോ 20 ആളോ. ആളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് കൺജഷൻ ഫീൽ ചെയ്യും, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഓവർ ക്രൗഡിങ് അത് നമ്മുടെ പ്രകൃതിക്ക് നല്ലതല്ല. എനി ഡെവലപ്മെൻറ്റ് ദാറ്റ് ഡിസ്ട്രോയ്സ് ദ എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ. എന്തൊക്കെ വികസന തന്ത്രങ്ങളാണെങ്കിലും അത് പ്രകൃതിയെ ഡീഗ്രേഡ് ചെയ്യുന്ന, ഡിസ്ട്രോയ് ചെയ്യുന്ന, നശിപ്പിക്കുന്നതാണെങ്കിൽ ഒരിക്കലും അത് ശാശ്വതമല്ല, സുസ്ഥിരമല്ല, അത് നമുക്ക് നല്ലതല്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്.
എപ്പോഴും നമ്മളൊരു സുസ്ഥിര വികസനം എന്താണ് നമ്മൾ കഴിഞ്ഞ മുൻ ചാപ്റ്ററിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. അതായത് നമ്മൾ ഇന്നത്തെ വിഭവങ്ങളും പ്രകൃതിയെയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇനിയും ഇവിടെ എത്രയോ ജനറേഷൻസ് വരാനുണ്ട്, ഇനിയും എത്രയോ തലമുറകൾ ഇവിടെ വരാനുണ്ട്, അവർക്ക് കൂടി വേണ്ടുന്നതാണ് ഈ പ്രകൃതി എന്ന പ്രതീക്ഷയോടെ മാത്രമേ, എന്ന ഒരു മുൻവിധി അല്ലെങ്കിൽ ഒരു മുൻ കാഴ്ചയോട് കൂടി മാത്രമേ നമ്മൾ ഈ വിഭവത്തെ ഉപയോഗിക്കാവൂ. അല്ലാതെ നമ്മുടെ സന്തോഷത്തിന് സംതൃപ്തിക്ക് വേണ്ടി മുഴുവൻ ഉപയോഗിച്ചെല്ലാം നമ്മൾ നശിപ്പിക്കരുത്. ഇനിയും എത്രയോ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ബഷീറിൻ്റെ കഥയിലും കവിതയിലും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഭൂമി മനുഷ്യർക്ക് മാത്രവും വേണ്ടുന്നതല്ല, മൃഗങ്ങൾ, അതുപോലെ പൂമ്പാറ്റകൾ, ഉറുമ്പുകൾ, ചെടികൾ, ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ പ്രകൃതി. നമ്മൾ മനുഷ്യർ കരുതുന്നത് നമുക്ക് മാത്രം വേണ്ടിയാണെന്ന്. അത് തന്നെയാണ് ഈ പ്രകൃതിക്ക് ഹാനികരമായി വരുന്നത്. It is environment friendly. Global warming and ozone depletion lead to environmental degradation. എപ്പോഴും നമ്മൾ സുസ്ഥിര വികസനം മീൻസ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി, പ്രകൃതിക്ക് ഉതകുന്ന, ഇഴകിച്ചേർന്ന് പോകുന്നതാണ്, പ്രകൃതിയെ ഉപദ്രവിക്കാത്ത തരത്തിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. മാത്രമല്ല ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ ലീഡ് ടു എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. ആഗോളതാപനവും ഓസോൺ പാളികൾക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കേടുപാടുകളും. എങ്ങനെ ആഗോളതാപനവും ഓസോൺ പാളികൾക്ക് കേടുപാട് സംഭവിക്കുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന AC, റെഫ്രിജറേറ്റർ, നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ, ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന പല വാതകങ്ങളും, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിലേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു ട്രാഫിക് റോഡിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കര ചൂട് നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ്? എല്ലാ വണ്ടിയിൽ നിന്നും അത് എണ്ണ കത്തിയിട്ടുള്ള ഈ എയർ ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. കാർബൺ മോണോക്സൈഡൊക്കെ എൻവയോൺമെൻറ്റിനെ അത്രയും നെഗറ്റീവായി മാറ്റുന്നതാണ്. അപ്പോഴേ ഈ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ നിന്നും മറ്റ് ടെക്നോളജി, AC, റെഫ്രിജറേറ്റർ, അതുപോലുള്ള ഇവയിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ഈ ഗ്യാസ്, വാതകങ്ങളൊക്കെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഗ്ലോബൽ വാർമിങ്ങും ഓസോൺ പാളിക്ക് കേടുവരാനും കാരണം. നമുക്കറിയാം, ഓസോൺ പാളിക്ക് കേടുവന്നാൽ എന്താ നമുക്കറിയാം, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നും മുകളിൽ, അതായത് ഒരു 12 മൈൽസ് ഡിസ്റ്റൻസിൽ കാണുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഓസോൺ, അല്ലേ? അതായത് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മി നേരിട്ട് നമ്മുടെ പ്രകൃതിയിലേക്ക് ഭൂമിയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ഒരു സുരക്ഷാ കവചമെന്ന പോലെ പ്രകൃതി നിലനിർത്തിയിരിക്കുന്നതാണ് ഈ ഓസോൺ പാളി. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ജീവിത ശൈലി കാരണം ഈ വാതകങ്ങളൊക്കെ ഓസോൺ പാളിക്ക് കേടുവരികയും അവിടെ സുഷിരം വരുന്നു. അപ്പോൾ ഈ അൾട്രാ വയലറ്റ് രശ്മി നേരിട്ട് താഴേക്ക് വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചൂടുകാലം വരുമ്പോഴേക്ക് സൂര്യാഘാതമൊക്കെ വരുന്നത്. എന്താ? നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്കും, അത് നമ്മുടെ മാത്രമല്ല മൃഗങ്ങളുടെയും ചെടികളുടെയും ഒക്കെ മേലേക്ക് ഇതിങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിലെ ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയി ഉയരുന്ന അവസ്ഥയാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയാം. നമ്മുടെ ഈ നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ ഇപ്പോൾ നമുക്കല്ല, ഓരോ വർഷവും ചൂട് കൂടി നമുക്ക് ഭൗമോപരിതലത്തിൽ വെള്ളം കിട്ടാതെയൊക്കെ അവസ്ഥ വരുന്നില്ലേ? അതിനൊക്കെ എന്താ കാരണം? നമ്മൾ മരം മുറിച്ച് മാറ്റുന്നതും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് കാരണം. അത് ഈ ചാപ്റ്ററിൽ കുറച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഗ്ലോബൽ ഫോക്കസ് ഏരിയയിൽ അതില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. നെക്സ്റ്റ്, വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. എൻവയോൺമെൻറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് ദാറ്റ് അവർ പ്ലാനറ്റ് ഹാസ്. നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളെയും ചേർത്ത് പറയുന്നതാണ് പ്രകൃതി, അല്ലെ എൻവയോൺമെൻറ്റ് എന്ന്. എന്താ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ? അജീവീയ ഘടകങ്ങൾ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ, മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ, പൂമ്പാറ്റകൾ, പ്രാണികൾ, ചെടികൾ എല്ലാം, അതോടൊപ്പം ജീവനില്ലാത്ത കല്ല്, മണ്ണ്, പാറ എല്ലാം ചേർന്നതാണ് നമ്മുടെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ. എൻവയോൺമെൻറ്റ് ഡിഫൈൻഡ് ആസ് പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ഇൻക്ലൂഡ് ഓൾ ഗ്ലോബൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ഇത് നമുക്ക്, അതായത് നമ്മൾ പറയില്ലേ, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ പ്ലാനറ്റിലെ, അതുപോലെ ഈ ഒരു പരമ്പരാഗതമായി നമുക്ക് കൈമാറി കിട്ടിയിരിക്കുന്നതാണ് ഈ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ. എത്രയോ വർഷമായിട്ട് ഇവിടെ തുടരുന്നതാണ്. അപ്പോൾ അവിടെ ഉള്ള എല്ലാ ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, അജീവീയ ഘടകങ്ങളും ചേർന്നാണ് പ്രകൃതി. ഓക്കെ, ഓൾ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എലമെൻറ്റ്സ് ഓർ അജീവീയ ഘടകങ്ങൾ, അല്ലെങ്കിൽ ഓൾ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ്, അല്ലെങ്കിൽ ഓൾ റിസോഴ്സസ്, ഓൾ
ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അങ്ങനെയൊക്കെ പറയാം നമുക്ക് ഈ എൻവയോൺമെൻറ്റിൽ. നോക്കാം. ബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ഓൾ ലിവിങ് തിങ്സ് ലൈക്ക് പ്ലാന്റ്സ്, ഫോറസ്റ്റ്, ഫിഷറീസ്, മൈക്രോ ഓർഗാനിസം, വേംസ്, ഇൻസെക്റ്റ്, ബേർഡ്സ്, ആനിമൽസ് എക്സെട്ര എല്ലാം ചേർന്നാണ് ബയോട്ടിക്, ജീവീയ ഘടകങ്ങൾ. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ അജീവീയ ഘടകങ്ങൾ. എയർ, വാട്ടർ, സൺലൈറ്റ്, ലാൻഡ്. അപ്പോൾ സൂര്യപ്രകാശവും വെള്ളവും മണ്ണും എല്ലാം ചേർന്നതാണ് അജീവീയ ഘടകങ്ങൾ. അപ്പോൾ എല്ലാ ജീവീയ അജീവീയ ഘടകങ്ങളും ചേർന്നതാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓൾ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ഓൾ ബയോട്ടിക് എലമെൻറ്റ്സ് ആൻഡ് അബയോട്ടിക് എലമെൻറ്റ്സ്. ഓക്കെ, എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ്. വാട്ട് ഈസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ്? അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ്? ദ എൻവയോൺമെൻറ്റ് പെർഫോംസ് എ ലാർജ് നമ്പർ ഓഫ് ഫങ്ഷൻസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഈ 4 പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ത് എൻവയോൺമെൻറ്റ് ഫങ്ഷൻസ്? ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും തരുന്നത് എൻവയോൺമെൻ്റ് ആണ് അല്ലേ? ഭക്ഷണം ആവട്ടെ എല്ലാം തരുന്നത് അതെ. നോക്കാം. ഓൾ റിസോഴ്സ്, ഫസ്റ്റ് പോയിന്റ് സപ്ലൈസ് റിസോഴ്സസ്. All resources we use are supplied by the environment. There are renewable resources and non-renewable. നമ്മൾ എനർജി എന്നുള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതും വീണ്ടും പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതുമായ വിഭവങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കൽക്കരി, പെട്രോളിയം പോലുള്ളത്, അതുപോലെ അതേസമയം സൂര്യരശ്മി പോലുള്ള ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ വിഭവങ്ങളുണ്ട്. റിന്യൂവബിൾ, വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ആർ ദോസ് ദാറ്റ് ക്യാൻ ബി റിന്യൂഡ്, ദാറ്റ് ഈസ് ദെയർ സപ്ലൈ വിൽ നോട്ട് എക്സോസ്റ്റഡ് വിത്ത് യൂസ്. വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ ഉപയോഗിച്ചാൽ തീർന്നു പോവില്ല. ഇതൊക്കെ നമുക്കറിയാം. ദേ വിൽ ബി കണ്ടിന്യൂസ്ലി റീജനറേറ്റഡ്. എക്സാമ്പിൾസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ആർ വാട്ടർ, എയർ, സൺഷൈൻ, ഫിഷറീസ്, പ്ലാന്റ്സ്, ട്രീസ്. ചെടികൾ നട്ട് വളർത്താൻ നമുക്ക് എയർ ഉണ്ടാക്കാം, വെള്ളം ഉണ്ടാക്കാം. ചെടികളൊക്കെ നട്ട് വളർത്തുമ്പോൾ നമുക്ക് താനേ വെള്ളം വീണ്ടും വീണ്ടും ഉണ്ടായിക്കോളും. അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഉണ്ടാക്കാൻ പറ്റാത്തതോ? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് ദാറ്റ് cannot be renewed, they cannot be regenerated, their supply will be exhausted with use. Example, coal, petroleum, minerals etc. ഉപയോഗിക്കുമ്പോഴും തീർന്നു പോകുന്ന, വീണ്ടും പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. കൽക്കരി, പെട്രോളിയം, മിനറൽസ് അതിന് ഉദാഹരണമാണ്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രധാന ധർമ്മമാണ് വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഏതൊക്കെ വിഭവങ്ങൾ? വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതും പറ്റാത്തതും, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ആ 2 പോയിന്റ്സും പറയണേ. സെക്കൻഡ് പോയിന്റ്, അസിമിലേറ്റ് വേസ്റ്റ്. നമ്മൾ എന്തോരം വേസ്റ്റായി പ്രകൃതിയിലേക്ക് തള്ളിക്കളയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അതൊക്കെ താനേ നമ്മൾ കാണാതെ പോകുന്നില്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ അടുക്കളയിലെ വേസ്റ്റ് നമ്മൾ വേറൊരു വേസ്റ്റ് കുഴിയിലേക്ക് നമ്മൾ കൊണ്ട് തട്ടുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ ആ വേസ്റ്റ് ഇല്ലാതാവുന്നില്ലേ? പ്രകൃതി അബ്സോർബ് ചെയ്യുന്നില്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ആനിമലോ വേറെ എന്തെങ്കിലും നമ്മുടെ റോഡ് സൈഡിലോ എവിടെയെങ്കിലും ചത്തുപോയി കിടക്കുന്നത് കണ്ടോ എന്ന് വെച്ചാൽ, ഒരു പക്ഷിയോ എന്തെങ്കിലും, കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു സ്മെല്ല്, ഫൗൾ സ്മെല്ല് ഫീൽ ചെയ്യും. പക്ഷേ പിന്നീട് ഒരു 5 ദിവസം കഴിയുമ്പോൾ സ്മെല്ല് താനേ പോവും. എങ്ങനെ? അതിൽ ബാക്ടീരിയ ഒക്കെ വർക്ക് ചെയ്ത് അതൊക്കെ എന്ത് ചെയ്യും? ഈ പ്രകൃതി വളമായി അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ പ്രകൃതി അവിടുത്തെ എയർ പ്രകൃതി ഇവിടെ ശുചീകരിച്ച് വെക്കും, ശുദ്ധമാക്കി വെക്കും. ഓക്കെ, അപ്പോൾ അസിമിലേറ്റ് വേസ്റ്റ്. ദെൻ നോക്കാമത്, ദ എൻവയോൺമെൻറ്റ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് വേസ്റ്റ്, നല്ലതാക്കി മാറ്റുന്നു. മെനി ഓർഗാനിക് വേസ്റ്റ് ദാറ്റ് വി ത്രോ ഔട്ട് ആർ അബ്സോർബ്ഡ് ബൈ ദി സോയിൽ ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മെന്വർ. ഇത് അബ്സോർബ് ചെയ്ത് നല്ല വളമാക്കി മാറ്റുന്നു. സെക്കൻഡ് പോയിന്റ് ആണ്. തേർഡ് പോയിന്റ്, സസ്റ്റെയിൻ ലൈഫ്. ഇവിടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് പ്രകൃതിയാണ്. Human life is supported and sustained by biological system like crop, lands, ocean, fisheries and fresh water system and forest. Life is possible because of the genetic diversity and biodiversity provided by the environment. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം നമുക്കറിയാം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രോപ്പ്, ലാൻഡ്സ് ഉണ്ട്, ഓഷ്യൻ, ഫിഷറീസ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്, വെള്ളം, മണ്ണ്, പിന്നെ ജീവിയ മറ്റ് അജീവിയ ഘടകങ്ങളൊക്കെ നമ്മുടെ ജീവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ പ്രകൃതിയുടെ ഒരു ഭംഗിയുള്ള ഒരു സിസ്റ്റം ഉണ്ട്. എന്താ? ലൈഫ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ ജെനറ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി പ്രൊവൈഡഡ് ബൈ ദി എൻവയോൺമെൻറ്റ്.
വ്യത്യസ്ത മനുഷ്യരുള്ളതുപോലെ തന്നെ പ്രകൃതിയിൽ തന്നെ വ്യത്യസ്തമായ, ഒരിക്കലും നമുക്ക് കണ്ടാൽ തീരാത്ത, എണ്ണിയാൽ തീരാത്ത വ്യത്യസ്തമായ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പല ജീവിയ ഘടകങ്ങളും, പല പ്രവർത്തനങ്ങളും, പല ധർമ്മങ്ങളും, പല ഒരു അതിശയോക്തകരമായ പല കാര്യങ്ങളും താനേ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമുക്കിവിടെ നിൽക്കണമെങ്കിൽ നമുക്കറിയാം വെള്ളം വേണം, എയർ വേണം, അതുപോലെ നമുക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, സൂര്യപ്രകാശം വേണം. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പ്രകൃതിയല്ലേ നമുക്ക് തരുന്നത്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് അനദർ ഫങ്ഷൻ, ദാറ്റ് ഈസ് സസ്റ്റെയിൻ ലൈഫ്, ജീവനെ നിലനിർത്തുന്നു. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം ഇൻട്രസ്റ്റിംഗ് ആണ്, പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസസ്, സുന്ദരാനുഭൂതി നൽകുന്നു. ഈ പ്രകൃതിയിലേക്കൊന്ന് നമ്മൾ നോക്കിയോക്കെ എന്തോ ഒരു ഭംഗിയാണ്. നമ്മൾ ഒരിക്കലും ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഒരു മനുഷ്യൻ്റെ ജന്മം തന്നെ നമ്മൾ ആലോചിച്ചാൽ പോരെ. നമ്മൾ ഉണ്ടാക്കുന്നതാണോ ഈ മനുഷ്യന്? എന്ത് ഭംഗിയിലാണ് താനേ ജനിച്ചു വരുന്നതല്ലേ? എന്തോരം അവയവങ്ങളും ഒക്കെ കൃത്യമായി തനിയെ ഇങ്ങ് ജനിച്ചു വരുന്നില്ല. അതുപോലെ ഓരോ ചെടിയും ഓരോ മൃഗങ്ങളോടെയും ഒക്കെ ആ ഒരു പ്രവർത്തനം നോക്കിയാൽ എന്തൊരു ഭംഗിയിലൂടെയാണ്. ഇവിടുത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പ്രകൃതി അത് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രക്ക് അതിശയോക്തവനം, മാജിക്കലാണ് ഇതിൻ്റെ പ്രവർത്തനം. That is provide aesthetic services. From space, the Earth appears a beautiful blue planet. The Earth provides beautiful breathtaking scenario. Mountains, rivers, birds, animals, flowers are all graced aesthetic delights. മനുഷ്യജന്മമാവട്ടെ, മറ്റ് മൃഗങ്ങളാവട്ടെ, ചെടികളാവട്ടെ, അതുപോലെ തന്നെ ഇവിടുത്തെ പുഴകളാവട്ടെ, അരുവികളാവട്ടെ, എല്ലാം നമ്മൾ നോക്കിയാൽ ഓരോന്നിനും, ഓരോ പഴത്തിനും, ഓരോ പച്ചക്കറിക്കും, ഓരോ ഇലകൾക്ക് പോലും അതിൻ്റേതായൊരു ഭംഗിയുണ്ടല്ലേ. ഓരോ പൂവിന് ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നതല്ല, തനിയെ ഉണ്ടാകുന്നതാണ്. ഈ തനിയെ ഉണ്ടായ അത്രയും ഭംഗി നമ്മൾ എങ്ങനെയായാലും ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എസ്തെറ്റിക് എപ്രീസിയേഷൻ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ലൊരു എസ്തെറ്റിക് സർവീസാണ് പ്രകൃതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 ഫംഗ്ഷൻ. പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. സപ്ലൈസ് റിസോഴ്സസ്, അസിമുലേറ്റ് വേസ്റ്റ്, സസ്റ്റെയിൻസ് ലൈഫ് ആൻഡ് ദെൻ എസ്തെറ്റിക് സർവീസസ്. അതായത് വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു, നമുക്ക് നമ്മൾ കളയുന്ന വേസ്റ്റിനെ അബ്സോർബ് ചെയ്ത് വളമാക്കി മാറ്റുന്നു, ജീവനെ നിലനിർത്തുന്നു, സുന്ദരാനുഭൂതി പ്രദാനം ചെയ്യുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 100% ഷുവർ ക്വസ്റ്റ്യൻ ഇൻ ദ +1 എക്സാമിനേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ള ഭാഗം, അതായത് ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഭാഗം ഫോക്കസ് ഏരിയയിലില്ല. ഞാൻ ചുരുക്കി പറയാം. അതായത് നിങ്ങൾ വായിച്ചു നോക്കണം. ഇത് എൻ്റെ വീഡിയോ കുറച്ച് നേരം, ഈ ക്ലാസ് കുറച്ച് നേരം സ്റ്റക്കാക്കി വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഈ ഭൂമിക്ക് താങ്ങാവുന്നതിനപ്പുറം ആവരുത്. നമ്മൾ പറയുന്നില്ല, അമിതമായി നമ്മൾ വെള്ളം ഉപയോഗിക്കരുത്, അമിതമായി മണ്ണ് മാന്തിയെടുക്കരുത്, അമിതമായി വൃക്ഷങ്ങൾ മുറിച്ച് കളയരുത്. എല്ലാം നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാം ഈ ഭൂമിയിൽ, പക്ഷേ അമിതമായി നമ്മൾ ഉയരത്തിലും ബലത്തിലും കെട്ടിയിട്ടാലോ അപ്പോഴാണ് ഈ ഭൂമി കുലുക്കങ്ങളൊക്കെ വരുന്നത്. നമ്മളിവിടെ നിന്നിട്ട് സംസാരിക്കാൻ പോകും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിൽ ഭൂമി കുലുക്കമൊക്കെ വരുന്നത് എവിടെയാണ്? മൂന്നാർ ആ ഏരിയകളിലൊക്കെ വരുന്നുണ്ട് അല്ലേ, ഇടുക്കി. എന്തുകൊണ്ടാണ് അവിടെ കൂടുതൽ ഭൂമി കുലുക്കങ്ങളൊക്കെ വരാൻ കാരണം? ഭൂമിക്ക് താങ്ങാവുന്നതിനപ്പുറം ബുദ്ധിമുട്ടുള്ള ഭാരം അവിടെ ഭൂമിക്ക് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ ജലവൈദ്യുത പദ്ധതികളൊക്കെ മെയിനായിട്ട് അവിടെ നമുക്കറിയാം അണക്കെട്ടുകൾ, മുല്ലപ്പെരിയാർ ഇതുപോലുള്ള പല അണക്കെട്ടുകളും നമ്മൾ കേരളത്തിൽ പലയിടത്തും കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയോ ലിറ്റർ വെള്ളം ഇങ്ങനെ കെട്ടി അവിടെ നിർത്തുമ്പോൾ ആ ഭാരം ഭൂമിക്ക് ഈ ഫലകത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു ചാഞ്ചാട്ടം അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ഭൂമിക്ക് താങ്ങാവുന്നതിനപ്പുറം ആവാവൂ, സഹിക്കാവുന്നതിനപ്പുറം നമ്മളപ്പോഴേ എന്ത് ചെയ്യുമ്പോഴും ഈ ഭൂമിക്ക് താങ്ങാവുന്നതേ ആകാവൂ, താങ്ങാവുന്നതിനപ്പുറം ആവരുത്, അല്ലെങ്കിൽ സഹിക്കാവുന്നതിനപ്പുറം ആവരുത്. അതാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി, വഹിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്നതേ ആകാവൂ, അതിൻ്റെ അപ്പുറമായാൽ പ്രകൃതി തിരിച്ചടിക്കും. അതാണ് ഇടയ്ക്ക് നമുക്ക് പറയും ഇവിടെ വരൾച്ച വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ മരങ്ങൾ വെട്ടിക്കളയുന്നു, ഉള്ള വെള്ളവും ഭൂമിൻ്റെ അടിയിൽ നിന്ന് മാക്സിമം കുഴിച്ചെടുക്കുന്നു. അതായത് നമ്മൾ അധികമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അതിന് താങ്ങാൻ പറ്റൂല. നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്ത് ഒരിക്കലും റെസ്റ്റ് ഒന്നും എടുക്കാണ്ടിരുന്നാൽ നമ്മൾ ടയേർഡായി പോകില്ലേ? അതേപോലെ നമ്മൾ
ഭൂമിയെയും അമിതമായി ചൂഷണം ചെയ്താൽ, ഉപയോഗപ്പെടുത്തിയാൽ ഭൂമിക്ക് താങ്ങാൻ പറ്റൂല. അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി UN സബ്മിറ്റ് ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച്, കോപ്പൻഹേഗ് സബ്മിറ്റ്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യൻ്റെ ജീവിത രീതി കൊണ്ട്, ജീവിത ശൈലി കൊണ്ട് പ്രകൃതിയിലേക്ക് വേസ്റ്റുകൾ നമ്മൾ തള്ളിക്കൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ പ്രകൃതിയെ മലിനമാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രകൃതി മലിനീകരണം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അത് യുണൈറ്റഡ് നാഷൻസ് കോർപ്പറേഷൻ അല്ല, യുണൈറ്റഡ് നാഷൻസിൻ്റെ ഭാഗമായി രാജ്യങ്ങൾ തമ്മിൽ ഒത്തിരി മീറ്റിങ്ങുകളും കൂട്ടായ്മകളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ക്യോട്ടോ പ്രോട്ടോക്കോള്, പിന്നെ പാരീസ് എഗ്രിമെൻറ്റ്. ഇതൊക്കെ അതിൻ്റെ, അതായത് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ ക്യോട്ടോയിൽ മീറ്റ് ചെയ്തത് കൊണ്ടാണ് ആ ഒരു തീരുമാനത്തിൽ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതുപോലെ പാരീസിൽ മീറ്റ് ചെയ്തുകൊണ്ട് ഈ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെതിരെ, പ്രകൃതി മലിനീകരണത്തിനെതിരെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് പാരീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നു. അതുപോലെ ജപ്പാനിലെ ഈ ക്യോട്ടോവിലാണ്, അതുകൊണ്ടാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതുപോലെ പലയിടത്തും നമ്മൾ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ടും ഓസോൺ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ടൊക്കെ രാജ്യങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയും ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്യുകയും തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇത് പഠിച്ചതാണെങ്കിലും ഒന്നുകൂടി വായിച്ചു നോക്കുക. ഇനി ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ ലെയർ നമ്മൾ പറഞ്ഞു, ഓസോൺ പാളിക്ക് കേടുപാട് സംഭവിക്കുകയും അൾട്രാവയലറ്റ് രശ്മി നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഓസോൺ ഡിപ്ലീഷനെ കുറിച്ച് പറയുമ്പോൾ ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ, അങ്ങനെ കുറേ പ്രോട്ടോക്കോളിനെ കുറിച്ചൊക്കെ പറയും. ആ ഓരോ തീരുമാനങ്ങളും അത് ചേർന്ന മീറ്റിങ്ങിൻ്റെ സ്ഥലം വെച്ചുകൊണ്ടാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. അത് വായിച്ചു നോക്കുക. ഇനി ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രകൃതിയുടെ എൻവയോൺമെൻറ്റിൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ പരിസ്ഥിതിയുടെ അവസ്ഥ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കാം. ഇന്ത്യ ഈസ് ബ്ലെസ്ഡ് ബൈ നേച്ചർ. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ് എന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, ഫോക്കസ് ഏരിയയിലുള്ളതാണ്. ഇന്ത്യ ഈസ് ബ്ലെസ്ഡ് ബൈ നേച്ചർ വിത്ത് അബണ്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ്. ഇന്ത്യാസ് റിച്ച് എൻവയോൺമെൻറ്റൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോക്കസ് ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നോക്കുക. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയുടെ, പ്രകൃതിയുടെ അവസ്ഥ എന്താണ്, നമ്മുടെ പ്രകൃതി പരിസ്ഥിതി എങ്ങനെയുള്ളതാണ് എന്നൊരു അവസ്ഥയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്. ഇന്ത്യ ഈസ് ബ്ലെസ്ഡ് ബൈ, എല്ലാവരും കണ്ടല്ലോ ബുക്കിലത്. ഇന്ത്യ ഈസ് ബ്ലെസ്ഡ് ബൈ നേച്ചർ വിത്ത് അബണ്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ്. ഒരുപാട് പ്രകൃതിദത്തമായ വിഭവങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യ. ഇന്ത്യാസ് റിച്ച് എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് റിവേഴ്സ്, ലഷ് ഗ്രീൻ ഫോറസ്റ്റ്, ഒത്തിരി പുഴകൾ, അരുവികൾ, തിക്കായ ഇടതൂർന്ന വനങ്ങൾ, അബണ്ടൻ്റ് മിനറൽ റിസോഴ്സസ്, സമ്പന്നമായ മിനറൽ റിസോഴ്സസ്, വാസ്റ്റ് കോസ്റ്റൽ ലൈന്, ഒരുപാട് തീരപ്രദേശങ്ങൾ, പ്ലെൻറ്റി ഓഫ് മൗണ്ടെയിൻസ് റേഞ്ച്, മലകൾ, റിച്ച് ക്വാളിറ്റി സോയിൽ, ഫലഭൂയിഷ്ടമായ മണ്ണ്, ഹൈ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അങ്ങനെ വ്യത്യസ്തമായ പ്രകൃതി രമണീയമായൊരു പ്രകൃതിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രകൃതിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് പറയേണ്ടത്. ഹൺഡ്രഡ്സ് ഓഫ് റിവേഴ്സ്, ലഷ് ഗ്രീൻ ഫോറസ്റ്റ്, അബണ്ടൻറ്റ് മിനറൽ റിസോഴ്സസ്, വാസ്റ്റ് കോസ്റ്റ് ലൈൻ, പ്ലെൻറ്റി ഓഫ് മൗണ്ടെയിൻസ് റേഞ്ചസ്, റിച്ച് ക്വാളിറ്റി സോയിൽ, ഹൈ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, പോയിന്റ്സ് ഒക്കെ ഓർത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് ഓർമ്മ കിട്ടും അല്ലേ. ഇനി രണ്ട് മൂവ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യോട്ടോ പ്രോട്ടോക്കോള്, അതുപോലെ തന്നെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നൊക്കെ ഓസോൺ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ടതാണ് മോൺട്രിയൽ പ്രോട്ടോക്കോള്. ക്യോട്ടോ പ്രോട്ടോക്കോള് ഗ്ലോബൽ വാർമിംഗ് ഒക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചില്ലേ ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ലേ. അപ്പോഴേ ചിലപ്പോൾ അത് ഒബ്ജക്റ്റീവ് ടൈപ്പൊക്കെ എക്സാമിന് ചോദിച്ചേക്കാം കേട്ടോ. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനവുമായി ബന്ധപ്പെട്ട് ക്യോട്ടോ പ്രോട്ടോക്കോൾ, ഓസോൺ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ട് മോൺട്രിയൽ പ്രോട്ടോക്കോൾ, അതിനെതിരെ തീരുമാനമെടുക്കാൻ വേണ്ടി ചേർന്ന മീറ്റിങ്ങുകളുടെ പ്ലേസിനെ വെച്ചിട്ടാണ് ഈ പേര് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ രണ്ട് മൂവ്മെൻറ്റ് ഓർക്കുന്നുണ്ട്. ചിപ്കോ ഓർ ആപ്പിക്കോ മൂവ്മെൻറ്റ്. ഓക്കെ, നമ്മളൊരു ടേബിളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, കോളത്തിൽ നോക്കാം. ചിപ്കോ മൂവ്മെൻറ്റ് എയിംഡ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് ഫോറസ്റ്റ് ഇൻ ദ ഹിമാലയാസ്.
ഹിമാലയൻ താഴ്വരയിലെ വനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മൂവ്മെൻ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ്. എ സിമിലർ മൂവ്മെൻറ്റ് ടുക്ക് പ്ലേസ് ഇൻ കർണാടക ഫോറസ്റ്റുകളിലെ മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, വൃക്ഷങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കർണാടക ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ആപ്പിക്കോ മൂവ്മെൻറ്റ്. അപ്പോൾ ഹിമാലയൻ താഴ്വരയിലെ വനങ്ങളെ ചിപ്കോ, കർണാടകയിലെ ആപ്പിക്കോ മൂവ്മെൻറ്റ്. 160 men, women and children hugged trees സെൻഡിങ് ബാക്ക് ദ വുഡ് കട്ടേഴ്സ്. നമുക്കറിയാം അത് 160 മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ചേർന്നുകൊണ്ട് മരത്തെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് മരം വെട്ടി മാറ്റുന്നതിനെ പ്രതികരിക്കുകയും അങ്ങനെ മരം വെട്ടാൻ വന്ന ആ ഒരു ഗ്രൂപ്പിനെ തിരിച്ചു വിടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിട്ടിരുന്ന അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഓൺ ഗെറ്റിംഗ് ദി അഷ്വറൻസ് ഫ്രം ദ ഒഫീഷ്യൽ ദാറ്റ് ട്രീസ് വിൽ ബി കട്ട് സയൻറ്റിഫിക്കലി. പിന്നെ അത് ഭരണകൂടവുമായി സംസാരിക്കുകയും നശിക്കാൻ പോകുന്ന മരങ്ങൾ വെട്ടിമാറ്റാം, പക്ഷെ നല്ല രീതിയിൽ കുളിർത്ത് ഒത്തിരി തണുപ്പ് തരുന്ന, ഓക്സിജൻ തരുന്ന മരങ്ങൾ വെട്ടിമാറ്റേണ്ട ആവശ്യമുണ്ടാകും ഇല്ല. ദ വോളണ്ടിയേഴ്സ് ലെഫ്റ്റ് ദി ട്രീസ്. ഈ ആ ഒരു മൂവ്മെൻറ്റിൽ അല്ലാതെ നമുക്ക് അറിയാൻ പറ്റിയതാണ്, നമുക്കറിയാം, ഇപ്പോഴും നമ്മൾ ഓർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല മരങ്ങൾ വെട്ടൂല, നശിക്കാൻ പോകുന്നത് വെട്ടു എന്ന ഉറപ്പ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയപ്പോഴാണ് ഈ ജനങ്ങൾ പിന്മാറിയത്. മരം വെട്ടാൻ വന്നവരെ തിരിച്ചു വിടുകയും ചെയ്തു. ദെയർ മൂവ്മെൻറ്റ് സേവ്ഡ് 12,000 ട്രീസ്. അങ്ങനെ ഈ ആപ്പിക്കോ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 12,000-ലധികം മരങ്ങളെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ട 2 മൂവ്മെൻറ്റാണ്. ചിപ്കോ മൂവ്മെൻറ്റ് ഹിമാലയൻ താഴ്വരയിലെ മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ആപ്പിക്കോ മൂവ്മെൻറ്റ് കർണാടകയിലെ സാൽക്കനി ഫോറസ്റ്റ് ആൻഡ് ഇൻ സിർസി ഡിസ്ട്രിക്റ്റ്. സിർസി ഡിസ്ട്രിക്റ്റിൽ സാൽക്കനി ഫോറസ്റ്റിലാണ് ഈ ആപ്പിക്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. 160 സ്ത്രീകളും പുരുഷന്മാരും ചേർന്നുകൊണ്ട് മരം വെട്ടി മാറ്റുന്നവർക്കെതിരെ പ്രതികരിക്കുകയും മരത്തിനെയെല്ലാം ചേർത്ത് പിടിച്ച് നമ്മളെ വെട്ടാതെ മരത്തിനെ വെട്ടാൻ പറ്റൂല എന്നവർ ആവശ്യപ്പെടുകയും അങ്ങനെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ഇങ്ങനെ മരങ്ങൾ വെട്ടി മാറ്റൂല, നശിക്കാൻ പോകുന്ന മരങ്ങൾ മാത്രമേ വെട്ടി മാറ്റുന്നൊക്കെ ഉറപ്പ് കൊടുത്തതിന് ശേഷം അവർ നീങ്ങി. അപ്പോൾ 2 മൂവ്മെൻറ്റ് ഓർക്കുക, ചിപ്കോ ആൻഡ് ആപ്പിക്കോ മൂവ്മെൻറ്റ്. ചിപ്കോ ഹിമാലയൻ താഴ്വര, ആപ്പിക്കോ കർണാടകയിൽ. ഇന്ത്യ ഹാസ് 20% ഓഫ് ദ വേൾഡ് അയേൺ ഓർ റിസർവ്സ്. നല്ല മിനറൽ റിസോഴ്സസ് ഉണ്ട്, അയേൺ അതുപോലുള്ള ഒത്തിരി മിനറൽ റിസോഴ്സസ്. അതർ മിനറൽസ് ലൈക്ക് ബോക്സൈറ്റ്, കോപ്പർ, ക്രോമാറ്റ്, ലെഡ്, മാംഗനീസ്, സിങ്ക്, ഗോൾഡ് എക്സെട്ര ആർ ഓൾസോ അവൈലബിൾ ഇൻ ഇന്ത്യ. ഫോറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, മിനറൽസിൻ്റെ കാര്യം പറഞ്ഞു. സിങ്ക്, അയൺ, ഗോൾഡ്, അതുപോലെ തന്നെ നമുക്കറിയാം ബോക്സൈറ്റ്, കോപ്പർ, ക്രോമാറ്റ്, ലെഡ്, മാംഗനീസ്, ഇങ്ങനെ മിനറൽ റിസോഴ്സസാൽ സമൃദ്ധമാണ് ഇന്ത്യ. The black soil of the Deccan Plateau is excellent for cotton cultivation. പിന്നെയോ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ്. ബ്ലാക്ക് സോയിൽ ഓഫ് ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് എക്സലൻറ്റ് ഫോർ കോട്ടൺ. നമ്മൾ പരുത്തി കൃഷി ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഡെക്കാൻ താഴ്വരയിലെ കറുത്ത മണ്ണ്. ദ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫെർട്ടൈൽ റീജിയൻ ഇൻ ദ വേൾഡ്. ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസും ആ ഒരു ഏരിയ ഒക്കെ മീൻസ് ഫലഭൂയിഷ്ടമായ മണ്ണുകളുള്ള അല്ലെങ്കിൽ അത്രയും നല്ല ഗ്രാൻഡ് ഫെർട്ടൈൽ സോയിലുള്ള ഏരിയയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യസ് ലഷ് ഫോറസ്റ്റ്, ഇടതൂർന്ന തിക്ക് വനങ്ങൾ, പ്രൊവൈഡ് ഗ്രീൻ കവർ ഫോർ ഹെർ പോപ്പുലേഷൻ ആൻഡ് നാച്ചുറൽ കവർ ഫോർ ഹെർ വൈൽഡ് ലൈഫ്. അപ്പോൾ ഈ ഇടതൂർന്ന വനങ്ങൾ എന്താ, നമ്മുടെ ഈ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ നല്ലൊരു പച്ച പരവതാനി, പച്ച പുതപ്പ് പോലെ നൽകുന്നതോടൊപ്പം തന്നെ ഒരു കവർ, ഒരു പ്രൊട്ടക്ഷനാണ്. എസ്പെഷ്യലി മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക്. കാട്ടിലെ മൃഗങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ വനങ്ങളല്ലേ. വനമൊക്കെ വെട്ടിമാറ്റി അവിടെ മൃഗങ്ങളുണ്ടോ, പക്ഷികളുണ്ടോ, പൂമ്പാറ്റകളുണ്ടോ, പുഴുക്കളുണ്ടോ, ഒന്നുമില്ലല്ലോ. ഈ വനത്തിൻ്റെ ഒരു ധൈര്യത്തിലല്ലേ അവരൊക്കെ അവിടെ ജീവിക്കുന്നത്. എത്ര ആനകൾ, സിംഹങ്ങൾ, പുലികളൊക്കെ നിൽക്കുന്നത് ഈ വനം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആരും നമ്മളെ പിടിച്ചുകൊണ്ടുപോകില്ല എന്ന് കരുതിയിട്ടല്ലേ. അതാണ് അവരുടെ വീട്, അതാണ് അവരുടെ പ്രൊട്ടക്ഷൻ, അതാണ് അവരുടെ ഹോം. അപ്പാർട്ട് ഫ്രം ദ വാസ്റ്റ് കോസ്റ്റ് ലൈൻ, ഇന്ത്യ ഹാസ് സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് റിവേഴ്സ് ആൻഡ് ലേക്സ്. താഴ്വരകളും പുഴകളും അരുവികളും. ദീസ് ആർ റിച്ച് ഇൻ മറൈൻ ലൈഫ്. ദീസ് വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് നാച്ചുറൽ റിസോഴ്സസ് ആർ ഇന്ത്യയുടെ എ ബ്ലെസ്സിങ്. ഇതെല്ലാം നമുക്കൊരു അനുഗ്രഹമാണ് എന്ന് പറയാവുന്നതാണ്. ഇന്ത്യയുടെ പ്രകൃതിയുടെ അവസ്ഥയാണ് പറയുന്നത്.
ബട്ട് അവർ ഹ്യൂജ് ആൻഡ് ഗ്രോയിങ് പോപ്പുലേഷൻ ഈസ് എ മേജർ പ്രോബ്ലം. നമ്മുടെ പ്രധാന പ്രശ്നം എന്താ? ഇതെല്ലാം നല്ല തന്നെ, ജനസംഖ്യാ വർധനവ നമ്മുടെ പ്രശ്നം. ഈവൻ ദോ വി ഹാവ് വാസ്റ്റ് റിസോഴ്സസ്, ദീസ് ആർ സ്കേഴ്സ് വെൻ കമ്പയർഡ് ടു അവർ പോപ്പുലേഷൻ. ഇങ്ങനെയൊക്കെ വിഭവങ്ങളുണ്ട്, പക്ഷേ നമ്മളെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഇതൊക്കെ ചൂഷണം ചെയ്യാൻ ഇനി ഇപ്പോഴും നമുക്കല്ല ഓക്സിജൻ കിട്ടുന്നില്ല, ജനങ്ങളുടെ എണ്ണം കൂടിയിട്ട് ആ ഒരു അവസ്ഥയിൽ നമ്മളെത്തി. Even though we have vast resources, these are scarce when compared to our population. Consider the following fact. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യ ഹാസ് 16% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ. ലോകത്തെ മൊത്തം ജനങ്ങളിൽ 16% ജനങ്ങളും ഇന്ത്യയാണ്. 28 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ മൊത്തം 28 സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ശരാശരി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൊത്തം പോപ്പുലേഷൻ്റെ 5% താഴെ മാത്രമേ നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ വേണ്ടൂ. പക്ഷേ നമുക്ക് 16% ഉണ്ട്. മൊത്തം പോപ്പുലേഷൻ്റെ ലോകത്തെ ജനസംഖ്യയുടെ 16% ഇന്ത്യയിലാണ്. ഇന്ത്യ ഹാസ് 20% ഓഫ് വേൾഡ് കാറ്റിൽ. ലോകത്തെ മൊത്തം കന്നുകാലികളിൽ 20% നമ്മുടെ രാജ്യത്താണ്. അവർക്കും വേണ്ടേ ഓക്സിജനും വെള്ളവും വെളിച്ചവും ഒക്കെ. ബട്ട് ഇന്ത്യ ഹാസ് ഓൺലി 2.5% ഓഫ് വേൾഡ് ജോഗ്രഫിക്കൽ ഏരിയ. ലോകത്തെ മൊത്തം ഭൂമിയുടെ 2.5% മാത്രമാണ് ഇന്ത്യ. ഈ 2.5% വരുന്ന ഇന്ത്യയിൽ ലോകത്തെ മൊത്തം ജനങ്ങളിൽ 16% താമസിക്കുന്നു. മൊത്തം മൃഗങ്ങളിൽ 20% ഉണ്ട്. ആ അവസ്ഥ ആലോചിച്ചൊക്കെ എന്ത് കൺജഷനാണ്. പിന്നെയോ ദ പെർ ക്യാപിറ്റൽ ഫോറസ്റ്റ് ലാൻഡ് ഈസ് ഓൺലി 0.08 ഹെക്ടേഴ്സ് എഗെയിൻസ്റ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് 0.47. അതായത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, നമുക്ക് മിനിമം 0.47 ഹെക്ടേഴ്സ് വേണം. പക്ഷേ നമുക്ക് മിനിമം 0.47 ഹെക്ടേഴ്സ് വേണം, പക്ഷേ ഉള്ളത് 0.08 ഹെക്ടേഴ്സ്. ആവശ്യമുള്ളതിനേക്കാൾ എത്രയോ കുറവ് മാത്രമേ നമുക്ക് ഉള്ളൂ. കാരണം ഈ വനങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മഴ കൃത്യമായിട്ട് കിട്ടുള്ളൂ, ശുദ്ധവായു കിട്ടുള്ളൂ അല്ലേ. പക്ഷെ ആവശ്യത്തിന് ജനങ്ങൾക്ക് ഇതൊന്നും തരാൻ മാത്രം ഇല്ല, ഫോറസ്റ്റ് ഏരിയ ഇല്ല. അത് ഇന്ത്യയുടെ അവസ്ഥയാണ്. 2.5 വരുന്ന ഭൂമിയിലാണ് നമ്മൾ ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ്റെ 16%, മൊത്തം കാറ്റിൽസ് കന്നുകാലികളുടെ 20% നമ്മൾ കൊണ്ടുവന്നത്, നമ്മൾ ജീവിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആവശ്യമുള്ള അത്രയും ഫോറസ്റ്റ് ഏരിയയും ഇല്ല, വനങ്ങളും ഇല്ല. Therefore, there is a mismatch between the population and the resources. ലഭ്യമായ മനുഷ്യരും മൃഗങ്ങളുടെ അളവും നമുക്ക് ഇവിടെ ലഭ്യമായ വിഭവങ്ങളുടെ അളവും ഇവിടെ ഇപ്പോൾ ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്ന ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എണ്ണവും നോക്കുമ്പോൾ ഒരു മിസ്മാച്ച് ഉണ്ട്. അതായത് വിഭവങ്ങൾ കുറവും ആവശ്യക്കാരായ മൃഗങ്ങളും മനുഷ്യരും വളരെ കൂടുതലുമാണ്. ദിസ് മിസ്മാച്ച് എക്സേർട്ട് ഹ്യൂജ് പ്രഷർ ഓൺ ദ എൻവയോൺമെൻറ്റ്. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഈ പ്രകൃതിക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. This leads to environmental problems such as air and water pollution, soil erosion, deforestation, threat to wildlife, etc. അതുകൊണ്ടാണ് ഇവിടെ മണ്ണൊലിപ്പുണ്ടാകുന്നു, മരം വെട്ടിമാറ്റലുണ്ടാകുന്നു, ശുദ്ധവായു കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു, വായുമലിനീകരണം, വെള്ളമലിനീകരണം, മൊത്തത്തിൽ ഈ ഭൂമിയെ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇതിനൊക്കെ പുറമെ തന്നെ നമുക്കിവിടെ വനം വെട്ടി മാറ്റുന്ന ഒരു പ്രവണത മാത്രമല്ല, ഈ വന്യമൃഗങ്ങൾക്ക് തന്നെ ഒരു ഹാനി, വന്യമൃഗങ്ങളുടെ നാശം, മരം വെട്ടി മാറ്റൽ, ഇതെല്ലാം വീണ്ടും നമ്മുടെ വെള്ളമില്ലായ്മയ്ക്കും ചൂട് കൂടുന്നതിനും ഒക്കെ കാരണമായി തീരുന്നത്. എല്ലാത്തിനും ബേസിക് റീസൺ എന്താ? ജനങ്ങളുടെ എണ്ണത്തിലുള്ള ഭയങ്കര വർധനവ്. നോക്കാം. ഗവൺമെൻറ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഗ്രൂപ്പ്സ് ഹാവ് ഐഡൻറ്റിഫൈ സം മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ദാറ്റ് ആർ ടു ബി ടാക്കിൾഡ് ഓൺ പ്രയോറിറ്റി ബേസിസ്. ഗവൺമെൻറ്റിനും ഭരണകൂടത്തിനും അധികാരികൾക്കൊക്കെ ഈ പ്രശ്നം അറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ? ദ മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. ലാൻഡ് ഡീഗ്രഡേഷൻ, ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചതാണ്. മണ്ണൊലിപ്പ്, ലാൻഡ് ഡീഗ്രഡേഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ്, നമ്മുടെ പ്രകൃതിദത്തമായ ഫലഭൂയിഷ്ടി നഷ്ടപ്പെട്ടു പോകുന്നു. എയർ പൊല്യൂഷൻ, അതായത് വായുമലിനീകരണം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വെഹിക്കിൾ പൊല്യൂഷൻ ഇൻ സിറ്റീസ്, വണ്ടികൾ കൊണ്ടുള്ള പൊല്യൂഷൻ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, വാട്ടർ പൊല്യൂഷൻ, വെള്ളം മലിനമായി തീരുന്നു. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം അല്ലേ. പ്ലാസ്റ്റിക് വേറെ, അല്ലാതെ പേപ്പർ വൈസ് വേറെ, ഇങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മെയിൻ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അതുപോലെ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ,
ലാൻഡ് ഡീഗ്രഡേഷൻ, മണ്ണൊലിപ്പ്, നമ്മുടെ നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റി ലോസായി പോകുന്നു. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്ന ഇന്നത്തെ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആണ് എന്ന് പറയാം. ഇതൊക്കെ ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചതല്ലേ. ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്, ഇത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ലാൻഡ് ഡീഗ്രഡേഷൻ, മണ്ണൊലിപ്പ്. നമുക്കറിയാം മണ്ണൊലിപ്പിൻ്റെ കാരണങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിനെ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആണ്, സിമ്പിൾ ആണെന്ന് പറഞ്ഞത്. മരങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ നമ്മൾ കൃഷി മാറ്റി കൃഷി ചെയ്ത് പോവുക, അങ്ങനെ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട്. നോക്കാം, സിമ്പിൾ ഈസി നമുക്ക് പോവാം അല്ലേ, കൂടുതൽ സമയം വേണ്ടല്ലോ, മനസ്സിലാവുന്നതല്ലേ. ലാൻഡ് ഡീഗ്രഡേഷൻ ഈസ് എ പ്രോബ്ലം വിച്ച് ക്യാൻ ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. മണ്ണൊലിപ്പിന് ഒരുപാട് അനന്തര നെഗറ്റീവ് ഫലങ്ങളുണ്ട്. ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഫുഡ് അവൈലബിലിറ്റി. നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതിനെയും ലഭ്യമാവുന്നതിനെയും നെഗറ്റീവായി ബാധിക്കും മണ്ണൊലിപ്പ് കൂടിയാൽ. നോക്കാം, ലെറ്റ് us briefly explain the important causes of land degradation. മണ്ണൊലിപ്പിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ചെറിയ ക്ലാസ് പഠിച്ചതാണ് എങ്കിലും നോക്കാം. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. പിന്നെയോ എക്സ്ട്രാക്ഷൻ ഓഫ് വുഡ് ഫോർ ഫ്യൂവൽ ആൻഡ് ഫുഡ് ഫോർ കാറ്റിൽ ബിയോണ്ട് സസ്റ്റൈനബിൾ ലെവല്. അതായത് നമ്മുടെ മരങ്ങൾ, ചെറിയ ചെറിയ മരങ്ങളൊക്കെ അല്ലെങ്കിൽ വലിയ മരങ്ങളും ഇന്ധനത്തിന് വേണ്ടി, അതായത് എനർജി ഇന്ധനമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയും മറ്റ് മൃഗങ്ങൾക്കൊക്കെ ഭക്ഷ്യവസ്തുക്കളായിട്ടും ഒക്കെ നമ്മൾ എടുക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ മൃഗങ്ങൾക്കൊക്കെ ആയിട്ട് എടുക്കുന്നത് ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതൊക്കെ അമിതമായി നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് മരങ്ങൾ വെട്ടിമാറ്റുന്നു, ചെടികളും മരങ്ങളും നമ്മൾ വെട്ടിമാറ്റുന്നു. എന്തിനൊക്കെ വേണ്ടി? ഇന്ധനങ്ങൾക്ക് വേണ്ടിയും മറ്റ് നമുക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയും. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ദാറ്റ് ഈസ് ബേണിംഗ് ഡൗൺ ട്രീസ് ഇൻ ഏരിയ, കൾട്ടിവേറ്റിംഗ് there and then moving on to another area to do the same. അതായത് പണ്ട് പുനംകൃഷിയുടെയൊക്കെ ഭാഗമായി ഇതുവരെ കൃഷി ചെയ്യാതെ ഏരിയയിലെ വനങ്ങളൊക്കെ വെട്ടിമാറ്റി അവിടെ കൃഷി ചെയ്യും. വനങ്ങളൊക്കെ വെട്ടിമാറ്റും, എന്നിട്ട് കൃഷി ചെയ്യും. എന്നിട്ട് ഒരിക്കൽ കൃഷി ചെയ്ത് കഴിഞ്ഞാലോ അത് വിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് വനങ്ങളൊക്കെ വെട്ടിമാറ്റി അവിടെ കൃഷി ചെയ്യും. അപ്പോഴും വനങ്ങളും പോയി വെട്ടിമാറ്റി കിളച്ച് കാക്കുമ്പോൾ അവിടെ മഴയൊക്കെ നല്ലതായി വരുവാണെങ്കിൽ അവിടുത്തെ മേൽമണ്ണ് ഒലിച്ചു പോവുകയും ചെയ്യും. ആൻഡ് എൻക്രോച്ച്മെൻറ്റ് ഇൻ ടു ഫോറസ്റ്റ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. അതുപോലെ വനങ്ങളൊക്കെ നമ്മൾ കയ്യേറി കൃഷി ചെയ്യുക, വെട്ടിമാറ്റി കൃഷി ചെയ്യുക. നോൺ അഡോപ്ഷൻ ഓഫ് സോയിൽ കൺസർവേഷൻ മെഷേഴ്സ്, നമ്മുടെ മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന കൺസേർവ് ചെയ്യുന്ന ടെക്നിക്സ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. പിന്നെയോ നോൺ അഡോപ്ഷൻ ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ, ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പറയില്ല നെല്ല് കൃഷി ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ പയർ കൃഷി ചെയ്യണം, പിന്നെ വീണ്ടും. അപ്പോഴേ ഇത് മണ്ണിൻ്റെ വളക്കൂറ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ക്രോപ്പ് റൊട്ടേഷൻ ആവശ്യമാണ്. അത് നമ്മൾ നെല്ല് കൃഷി ചെയ്തു, പിന്നെ പറങ്കി മുളകുകൾ കൃഷി ചെയ്തു, പിന്നെ പയർ കൃഷി ചെയ്തു. ഇങ്ങനെ മാറ്റി മാറ്റി കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നിലനിർത്താൻ പറ്റും. അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, അതും പ്രകൃതിക്ക് ഹാനികരമാണ്. നോൺ അഡോപ്ഷൻ ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ. പിന്നെയോ എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, അമിതമായി നമ്മൾ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിക്കുന്നു. സെക്കൻഡ് ചാപ്റ്റർ ഗ്രീൻ റവല്യൂഷൻ ഓർമ്മയില്ലേ? ഓക്കെ. എക്സസീവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, നമ്മൾ ഭൂമിയിലെ വെള്ളം അമിതമായി ഉപയോഗിച്ച് വേസ്റ്റാക്കുന്നു. പിന്നെയോ യൂസ് ഓഫ് ഫെർട്ടൈൽ ടോപ്പ് സോയിൽ ഫോർ ബ്രിക്ക് ആൻഡ് ടൈൽ മേക്കിംഗ്. പിന്നെയോ നമ്മൾ ഇഷ്ടികകളും ഓടും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ നല്ല വളക്കൂറുള്ള നല്ല മെഴുക് പോലത്തെ മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാണ്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും, എങ്കിലും ഈസി അല്ലേ, ഒന്നുകൂടി വായിച്ച് നോക്കിക്കോളൂ സമയം എടുത്തിട്ട്. അടുത്ത നോക്കാം, എയർ പൊല്യൂഷൻ, നമ്മുടെ വായു മലിനീകരണം. ഇതും നിങ്ങൾക്കറിയാം, എങ്കിലും നമുക്ക് നോക്കാം, കാരണം ഫോക്കസ് ഏരിയയിലുണ്ടല്ലോ. ഓവർ പോപ്പുലേഷൻ ആൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ ആർ എക്സേർട്ടിങ് എനോർമസ് പ്രഷർ ഓൺ ദ എൻവയോൺമെൻറ്റ്. ജനങ്ങളുടെ വർധനവ് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഭാരമാണ്. കാരണം എല്ലാവരും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ പുറത്തേക്ക് വിടുന്നത്, എല്ലാവർക്കും ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ വേണം താനും. ഇൻഡസ്ട്രിയലൈസേഷൻ, പവർ കൺസംഷൻ ആൻഡ് vehicle traffic are increasing. This is worsening the air quality in cities. India has 53 cities with the population exceeding 1 million. 2011 കണക്ക് പ്രകാരം ഇന്ത്യയിൽ 1 മില്യണിലധികം ജനങ്ങളുള്ള 53 സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അതിനേക്കാൾ കൂടിയേ. അപ്പോൾ അവിടെ നമ്മൾ പറയില്ല, ഡൽഹി, ബോംബെ ഏറ്റവും കൂടുതൽ പൊല്യൂഷനൊക്കെ നിലനിൽക്കുന്ന അവിടെയാണ്. കാരണം ജനങ്ങൾ തിങ്ങി വരുന്നു, വണ്ടികൾ കൂടുതലുണ്ടാകുന്നു, അതൊക്കെ എയർ പൊല്യൂഷന് കാരണമായി തീരുന്നു. പിന്നെയോ air pollution is caused when certain gases and particles are emitted into the air. നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഗ്യാസസ് ഒക്കെ പുറത്ത് വരുന്നു.
Industries and motor vehicles emit many gases and particles into the air. Gases like carbon monoxide, carbon dioxide, underline ചെയ്യണേ, വണ്ടിയിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന എയർ പൊല്യൂഷന് കാരണമാകുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ലൈക്ക് ലെഡ് ആർ ദ മേജർ പൊല്യൂട്ടൻസ് വിച്ച് കോസ് മെനി ഡിസീസസ് ആൻഡ് ഏർലി ഡെത്ത്. ഒരുപാട് അസുഖങ്ങളും മരണങ്ങളും വരാൻ കാരണമാവുന്ന എയർ പൊല്യൂഷന് കാരണമാവുന്ന വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് ലെഡിൻ്റെ പാർട്ടിക്കിൾസും ഒക്കെ. അപ്പോൾ ഈ 4 ഓർത്ത് വെച്ചേക്ക്. ഇനി ഇത് നമ്മുടെ എയർ പൊല്യൂഷന് കാരണമാകുന്നു, ജനങ്ങളുടെ മരണത്തിനും അസുഖങ്ങൾക്ക് വരെയും കാരണമായി തീരുന്നു. ഇനി നമുക്കൊരു കാര്യം നോക്കാം. BS തേർഡ് വെഹിക്കിൾസ് ബാൻഡ്. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ പറയുന്നില്ല, പഴയ വണ്ടികളൊക്കെ ഇനി ഉപയോഗിക്കാൻ പാടില്ല, BS6 BS5 എന്നൊക്കെ കേൾക്കുന്നില്ല. ഇതൊക്കെ എന്താ? എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി വെഹിക്കിൾസ് ആണ്. അതായത് പ്രകൃതിയെ മലിനമാക്കാത്ത തരത്തിലുള്ള സെറ്റിങ്സോട് കൂടിയ വെഹിക്കിൾസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിൽ നമുക്കൊന്ന് നോക്കാം. പുതിയ ബുക്കിൽ ലേറ്റസ്റ്റ് വേർഷനും വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന 1 വർഷം പഴയ ബുക്കാണ്. എമിഷൻ BS തേർഡ് വെഹിക്കിൾസ് ബാൻഡ് നോക്കാം, കോളത്തിൽ കൊടുത്തതാണ്. എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ആൻഡ് ഗവേൺഡ് ബൈ ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വിച്ച് റെഗുലേറ്റ്സ് എയർ പൊല്യൂട്ടൻസ് ഫ്രം ദ വെഹിക്കിൾ എഞ്ചിൻ. BS or Bharat stage based on European regulation and was first introduced in 2000, and progressively stringent norms have been laid down. The latest was implementation of BS4 Bharat Sanchar 4 on all vehicles effective from 1st April 2017. For vehicles to be BS4, emissions should not be more than 0.75 km. The purpose was to reduce vehicular air pollution. അതായത് നമ്മുടെ പഴയ വണ്ടികൾ BS3 വണ്ടി, അതായത് ഇതൊക്കെ ഒരു മെഷർമെൻറ്റ് പറയുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി ഉപയോഗിക്കുമ്പോൾ വണ്ടിയിലെ എണ്ണ നമ്മൾ എനർജിയാക്കി മാറ്റി അപ്പോൾ പുറത്തേക്ക് ചില ഗ്യാസ് വരുന്നില്ലേ, നമ്മൾ വണ്ടിയൊക്കെ ലോറി ബസ്സൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടിങ് ഇങ്ങനെ പുക വരുന്ന കാണുന്നില്ലേ. അപ്പോൾ ചില വണ്ടികളൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥമായ സ്മെല്ല് വരുന്നില്ലേ, അവിടെ എന്താ? അത് ചിലപ്പോൾ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് അതുപോലെ എൻജിൻ വർക്കൊക്കെ ചെയ്യാതിരിക്കുകയും അതോടൊപ്പം ഇതിൻ്റെ അതായത് മീൻസ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്ന ശുദ്ധീകരിക്കാനുള്ള അത്തരത്തിലുള്ള ടെക്നോളജി ഇല്ലാത്ത ലേറ്റസ്റ്റ് അല്ലാത്ത പഴഞ്ചൻ വണ്ടികളൊക്കെ ആകുമ്പോൾ ഈ പൊല്യൂഷൻ ഇതുപോലെ കൂടും. അതുകൊണ്ടാണ് BS3 വെഹിക്കിൾസ് ഒക്കെ ബാൻ ചെയ്യണം. ഇപ്പോൾ BS6 BS5 എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലേ. ജനറലായ ഒരു കാര്യമാണ്, എങ്കിലും ഓർത്ത് വെച്ചേക്കുക. BS എന്ന് പറഞ്ഞാൽ ഭാരത് സ്റ്റേജ് എന്ന രീതിയിൽ, മീൻസ് അതൊരു കൺട്രോളിങ്, അതായത് ഭാരത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ബോൾ, ഒരു തീരുമാനം എന്ന രീതിയിലാണ് ഭാരത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ. ഇത് നിങ്ങൾക്കറിയുന്നതാണ്, ജലമലിനീകരണം. സർഫേസ് വാട്ടർ ആൻഡ് സം ഗ്രൗണ്ട് വാട്ടർ ഇൻ ഇന്ത്യ ആർ കണ്ടാമിനേറ്റഡ്. കൺസംഷൻ ഓഫ് കണ്ടാമിനേറ്റ് വാട്ടർ കോസസ് ഡിസീസസ് ലൈക്ക് ഡയേരിയ, ട്രക്കോമ, intestinal worms, hepatitis, etc. 10% of all diseases are water related. Water pollution is caused mainly by 3 factors. നമുക്കറിയാം, വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, ഡയേരിയ, ട്രാക്കോമ, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ശുദ്ധമായ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് ഒരാൾക്കുണ്ടായാൽ തന്നെ പകരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ, ശുദ്ധമായ വെള്ളം കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ്റെ കാരണം എന്തൊക്കെയാണ്? ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, അഗ്രികൾച്ചർ റൺ ഓഫ്. അതായത് കാർഷിക സ്ഥലത്ത് നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നു, മഴ പെയ്യുമ്പോൾ അവിടുത്തെ വെള്ളം ഒലിച്ച് വരുന്നു, അപ്പോൾ ആ കെമിക്കൽസൊക്കെ ഒലിച്ച് വന്നില്ലേ. പിന്നെയോ ഇൻഡസ്ട്രിയിൽ നിന്ന്, ഇപ്പോൾ പല ക്ലോത്ത് ഇൻഡസ്ട്രി ആവട്ടെ, ഇവിടെയൊക്കെ നമ്മൾ ഈ ക്ലോത്തിന് കളറൊക്കെ മുക്കിയെടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ, ഈ ക്ലോത്തിലൊക്കെ കളർ വെള്ള നൂലായിട്ടാണ് വരുന്നത്. പിന്നീട് നമ്മൾ കളർ മുക്കി വ്യത്യസ്ത കളറും ഡ്രസ്സും ആക്കുമ്പോൾ ഈ കളറൊക്കെ തുണിയിൽ പിടിക്കാൻ വേണ്ടി അത്രയ്ക്ക് പവർഫുൾ കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതടങ്ങിയിരിക്കുന്ന വേസ്റ്റ് വാട്ടറൊക്കെ പുറത്തേക്ക് ഒഴുക്കി വിടുക. പിന്നെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ, നമ്മുടെ വീട്ടിലും വേസ്റ്റ് വാട്ടർ ഉണ്ട്. കാരണം നമ്മൾ പാത്രം കഴുകുക, കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന വെള്ളമില്ലേ, മുന്നേ നമ്മൾ കുളിക്കും പാത്രം കഴുകുകയൊക്കെ ചെയ്യുന്ന വെള്ളം നമ്മൾ തെങ്ങിനും വാഴക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ വരുന്നത്
മലിന വെള്ളമാണ്. എന്താ, നമ്മൾ സോപ്പ്, ഷാംപൂ, ഡിഷ് വാഷർ, ബാത്റൂം ക്ലീനറൊക്കെ ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന, പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്ന വേസ്റ്റ് വാട്ടറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാട്ടർ പൊല്യൂഷന് കാരണമാവുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാട്ടർ ഒന്നും നമ്മുടെ കുടിവെള്ളവുമായി മിക്സ് ആവാതെ വിധം നമ്മൾ കെയർ ചെയ്യണം. Sewage and industrial wastewater are diverted into stream and rivers. This pollutes water in water bodies. Excessive doses of chemical fertilizers and pesticides used in the modern agriculture also cause water pollution. നമുക്കറിയാം കൃഷിയിലൊക്കെ നമ്മൾ എന്തുമാത്രം കീടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. Some industries like chemicals, leather, textiles, cement, etc. causes water pollution. വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന ഇൻഡസ്ട്രീസാണ് പ്രധാനമായും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി, ലെതർ, ടെക്സ്റ്റൈൽ എക്സെട്ര. ഓക്കെ, വാട്ടർ പൊല്യൂഷന് കാരണമാവുന്നു. ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ഈസ് എ മേജർ കോസ് ഓഫ് മെനി വാട്ടർ ബോൺ ഡിസീസസ്. വീട്ടിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വാട്ടറാണ് പല അസുഖങ്ങൾക്കും കാരണമായി തീരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രോപ്പറായി സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ, ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അപ്പോഴും നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ ലാൻഡിലുണ്ടാകുന്ന വേസ്റ്റൊക്കെ മഴവെള്ളത്തിലൂടെ ഒലിച്ചു പോവുകയും പല അസുഖങ്ങളും വരാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ കണ്ട വാട്ടർ പൊല്യൂഷൻ കണ്ടു, എയർ പൊല്യൂഷൻ കണ്ടു, സോയിൽ പൊല്യൂഷൻ കണ്ടു അല്ലേ. എയർ പൊല്യൂഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ മീൻസ് സോയിൽ പൊല്യൂഷനാണ്. അതുപോലെ വാട്ടർ പൊല്യൂഷനും കണ്ടു. സിമ്പിളാണ്, ജസ്റ്റ് എന്നാലും വായിച്ചു നോക്കിയിരിക്കണേ. ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വെരി വെരി സീരിയസ്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. എൻവയോൺമെൻറ്റിൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇനി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അതിലേക്കാണ് നമ്മൾ വരുന്നത്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. India's environmental challenge is a serious one. Government are now giving priority to protecting the environment. There is a ministry for environment. There are pollution control board at the center and state. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നമ്മുടെ പ്രകൃതി പരിസ്ഥിതി മന്ത്രിമാരുണ്ട്, മിനിസ്ട്രി ഉണ്ട്, നമുക്ക് അതിന് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ദർ ആർ ലാർജ് നമ്പർ ഓഫ് NGOs ഡീപ്ലി കമ്മിറ്റഡ് ടു എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഒരുപാട് NGO മീൻസ് നോൺ ഗവൺമെൻറ്റൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ നോൺ ഗസ്റ്റഡ് ഓഫീസേഴ്സ്, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ NGOസിനെ പറയാം. അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, യൂണിയൻ നമ്മൾ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. ദി ചിപ്കോ മൂവ്മെൻ്റ് ഉണ്ട്, നമ്മൾ പറഞ്ഞില്ലേ ഹിമാലയൻ താഴ്വരയിലെ പ്രൊട്ടക്റ്റിംഗ് ഫോറസ്റ്റിന് ഹിമാലയ, ആപ്പിക്കോ മൂവ്മെൻറ്റ് കർണാടക. അതും നമുക്കറിയാം എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മൂവ്മെൻ്റ് ആണ്. ദേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് സബ്സ്റ്റാൻഷ്യലി ടു ക്രിയേറ്റിംഗ് ആൻ അവയർനെസ് അബൌട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഗവൺമെൻറ്റൽ പ്രൊട്ടക്ഷൻസ് ഉണ്ട്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ചിപ്കോ മൂവ്മെൻ്റ് ഉണ്ട്, ആപ്പിക്കോ മൂവ്മെൻ്റ് ഉണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റും ബോർഡ്സും വർക്ക് ചെയ്യുന്നുണ്ട് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ. സുസ്ഥിര വികസനം എന്താണ്? വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഓഫ് സുസ്ഥിര വികസനം? എന്താണ് സുസ്ഥിര വികസനം? സുസ്ഥിര വികസനം കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഷുവർ എസ്സേ 100% എസ്സേ ക്വസ്റ്റ്യന് അതിലേക്കാണ് വരുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഞാൻ അയച്ചെന്ന നോട്ടിൽ അതൊക്കെ ഉണ്ട്. പണ്ട് അയച്ചെന്ന ബുക്കിൽ നോട്ടിലുണ്ട്, ഇപ്പോൾ അയച്ചെന്നതിലും ഉണ്ട്. ഒന്നും നോക്കണ്ട, ഈ ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാലും മതി. ഓക്കെ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. Sustainable development is environment friendly development that sustain itself. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗഹൃദപരമായ വികസനമാണ്. അതൊരിക്കലും പ്രകൃതിയെ നശിപ്പിക്കൂല. ഇറ്റ് ഡസ് നോട്ട് ഡിഗ്രേഡ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ഡാമേജ് ദി പ്രോസ്പെക്ട് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. പ്രകൃതിയെ നശിപ്പിക്കൂല. നെക്സ്റ്റ് ജനറേഷൻ, വരാൻ പോകുന്ന ജനറേഷന് ഒരു ക്ഷാമവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയുമില്ല. The UN Conference on Environment and Development, UNESD, അതായത് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആസ്. എന്താണ് സുസ്ഥിര വികസനം എന്ന് പലരും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. UN കോൺഫറൻസിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ പറയുന്നു, ഇനിയും വരും എക്സ്പ്ലനേഷൻ. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി.
ഈ പ്രകൃതിയെ ഇനിയും വരാൻ പോകുന്ന ജനറേഷനും ഉപയോഗിക്കാനുള്ളതാണ് ഈ പ്രകൃതി, ജീവിക്കാനുള്ളതാണ് ഈ പ്രകൃതി, ഇനിയും വരാൻ പോകുന്ന ജനറേഷൻ്റെയും ജീവനെയും നിലനിർത്താനുള്ളതാണ് ഈ പ്രകൃതി എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കുന്നു, അമിതമായി ഉപയോഗിക്കാതെ. അല്ലെങ്കിൽ വികസനത്തിന് പ്രകൃതിയുടെ നിലനിൽപ്പിന് തടസ്സം വരാതെ വിധം നമ്മൾ ഈ പ്രകൃതിയിൽ ജീവിക്കുന്നു. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതാണ് ബേസിക് പോയിന്റ്. ഇനി എന്താണ് എക്സ്പ്ലനേഷൻ നോക്കാം. Development that meet the needs of the present generation without compromising the ability of the future generation to meet their own needs. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദി നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് ജനറേഷൻ, ഇന്നത്തെ ജനറേഷൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ജനറേഷൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് ഒരു തടസ്സവും ആകാതെ. എത്ര ജനറേഷൻ ഇവിടെ വന്നാലും അവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ മാത്രം വിഭവങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്നു. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് നമുക്ക് പ്രകൃതിയെ ഉപയോഗിക്കാം, പക്ഷേ കംപ്ലീറ്റ് ഉപയോഗിച്ച് തീർത്തേക്കരുത്. അത്തരത്തിലുള്ളൊരു പോളിസിയാണ്. അപ്പോൾ ആ പാരഗ്രാഫ് ഓർക്കാലോ, അത് ഓർത്തോളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുസ്ഥിര വികസനത്തിൻ്റെ എക്സ്പ്ലനേഷൻ. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ UN കോൺഫറൻസിന് ഈ എക്സ്പ്ലനേഷൻ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദി നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ നീഡ്സ് ഓഫ് ദി ഫ്യൂച്ചർ ജനറേഷൻ ടു സാറ്റിസ്ഫൈ ദെയർ ഓൺ നീഡ്സ്. ഓക്കെ, നോക്കാം. ഇനി പലരും ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് വായിച്ചപ്പോൾ ഈ ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കി പോയിന്റ്സ് വരും. എഡ്വേർഡ് ബാർബിയർ define sustainable development as development which is directly concerned with the increasing the material standards of living of the poor at the grassroots level. അതായത് നമ്മളെപ്പോഴും താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് അവർക്ക് നല്ല രീതിയിൽ development that which is directly concerned with increasing the material standard of living of the poor at the grassroots level. താഴെക്കടയിലെ ജനങ്ങളുടെ ദാറ്റ് ഈസ് ഗ്രാസ് റൂട്ട് ലെവലിൽ അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രം നമ്മൾ എപ്പോഴും പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം എപ്പോഴും അവർക്ക് പ്രകൃതിയെ കൂട്ടുള്ളൂ. ഇൻ അതർ വേർഡ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് അറ്റ് ഡിക്രീസിങ് ദി അബ്സോൾയൂട്ട് പോവർട്ടി ആബ്സല്യൂട്ട്. ഇൻ അതർ വേർഡ്സ് sustainable development aims at decreasing the absolute poverty of the poor by providing lasting and secure livelihood that minimizing resource depletion and environmental degradation. അതായത് പാവപ്പെട്ട ജനങ്ങളാണ് യഥാർത്ഥ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അവർക്ക് പ്രകൃതി വസ്തുക്കളെ ഉള്ളൂ, ഭക്ഷ്യവസ്തുക്കളായിട്ടും എന്തായിട്ടും. അപ്പോൾ അവരുടെ ജീവനെ സന്തോഷപരമായി നിലനിർത്താൻ മാത്രം നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കണം. എൻവയോൺമെൻ്റലിസ്റ്റ് എംഫസൈസ്, പ്രകൃതിവാദികൾ പലതും ആവശ്യപ്പെടുന്നുണ്ട്. എന്ത്? എൻവയോൺമെൻറ്റ് ഈസ് എ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ്. നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇത് നമുക്ക് കിട്ടിയതാണ് പരമ്പരാഗതമായി. വി ഇൻഹെറിറ്റഡ് ഇറ്റ് ഫ്രം ദ പ്രീവിയസ് ജനറേഷൻസ് and therefore we have the responsibility to hand it over without damaging to the future generation. ഈ പ്രകൃതി ഇപ്പോൾ നമുക്ക് കിട്ടിയത് കഴിഞ്ഞ ജനറേഷൻ നമുക്ക് തന്നതാണ്. ഇത് കളയാതെ വൃത്തികേടാക്കാതെ നശിപ്പിക്കാതെ അടുത്ത ജനറേഷൻ നമ്മൾ കൈമാറണം. ദ ബ്രൂഡ്ലാൻഡ് കമ്മീഷൻ എംഫസൈസ് ദിസ് ആസ്പെക്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് പലരും ഈ സുസ്ഥിര വികസനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഹെർമൻ ഡാലി, എ വെൽ നോൺ എൻവയോൺമെൻറ്റൽ ഇക്കണോമിസ്റ്റ്, സജസ്റ്റ് ദ ഫോളോയിങ് മെഷേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഹെർമൻ ഡാലിയും സുസ്ഥിര വികസനത്തിന് പല വഴികളും തന്ത്രങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സുസ്ഥിര വികസനം എന്താണ് എന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് സെൻറ്റൻസുകൾ വ്യത്യസ്ത വ്യക്തികൾ ഓർഗനൈസേഷൻ തരുന്നുണ്ട്. നമ്മൾ UN കോൺഫറൻസിൻ്റെ ഇത് പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ സുസ്ഥിര വികസനം നിലനിർത്താൻ വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കാതെ ശാശ്വതമായൊരു വികസനം കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം. അതിന് ഹെർമൻ ഡാലി തന്നിരിക്കുന്ന സജഷനാണ് ആദ്യം നോക്കുന്നത്. ഒന്നാമത്തേത് ഹ്യൂമൻ പോപ്പുലേഷനെ ലിമിറ്റ് ചെയ്യുക, ജനസംഖ്യയുടെ എണ്ണം കുറയ്ക്കുക, ജനങ്ങളുടെ എണ്ണം കുറയ്ക്കുക, പോപ്പുലേഷൻ നിയന്ത്രിക്കുക. രണ്ടാമത്തെ അഡോപ്ഷൻ ഓഫ് ഇൻപുട്ട് എഫിഷ്യൻറ്റ് ടെക്നോളജി, അതായത് കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട്, കുറഞ്ഞ റിസോഴ്സസ് കുറഞ്ഞ ഇൻപുട്ട് കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന പ്രൊഡക്ഷൻ ടെക്നിക്ക് നമ്മൾ ഫോളോ ചെയ്യുക. സസ്റ്റൈനബിൾ എക്സ്ട്രാക്ഷൻ ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്, അതായത് നമ്മൾ ദിസ് മീൻസ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ഷുഡ് നോട്ട് എക്സീഡ് ദ റീജനറേറ്റീവ് കപ്പാസിറ്റി. നമ്മൾ
റിന്യൂവബിൾ റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ വെള്ളമൊക്കെ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അമിതമായി ഉപയോഗിച്ചാൽ നമുക്ക് നശിച്ചു പോകില്ലേ. അപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക, അമിതമായാൽ അതും നശിച്ചു പോകും. അതുപോലെ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ ഉണ്ടാക്കാൻ പറ്റാതെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണെങ്കിലോ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ലിമിറ്റിംഗ് യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ബിലോ ദ റേറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് റിന്യൂവബിൾ കപ്പാസിറ്റി. അതായത് ഈ നോൺ റിന്യൂവബിൾ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, റിന്യൂവബിൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊന്നും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റിക്ക് അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി വഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം ആവരുത്. വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു സമയം നമ്മൾ പറയില്ല, ഒരു കിണറിലെ വെള്ളം നമ്മൾ മുഴുവൻ ഒരു ദിവസം കോരി എടുത്ത് വറ്റിച്ചു, അടുത്ത ദിവസം അതിന് വെള്ളം വരാൻ സമയം വേണ്ട. രാവിലെ എണീക്കുമ്പോൾ വീണ്ടും കിണർ നിറയെ വെള്ളം ഉണ്ടാവുക, കുറച്ച് വരും. അപ്പോൾ നമ്മൾ മുക്കി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. റിന്യൂവബിൾ ആവട്ടെ, ഉണ്ടാക്കാൻ പറ്റുന്നതാവട്ടെ, ഉണ്ടാക്കാൻ പറ്റാതാവട്ടെ, രണ്ടും ശ്രദ്ധിക്കണം. ഉണ്ടാക്കാൻ പറ്റാത്തത് നല്ലോണം ശ്രദ്ധിക്കണം, ഉണ്ടാക്കാൻ പറ്റുന്നതും ആവശ്യത്തിനേ ഉപയോഗിക്കാവൂ. കറക്റ്റിംഗ് ഇൻഎഫിഷ്യൻസീസ് അറൈസിങ് ഫ്രം പൊല്യൂഷൻസ്. മലിനീകരണം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മൾ കറക്റ്റ് ചെയ്യണം. അതായത് മലിനീകരണം ഇല്ലാതാക്കുക. അങ്ങനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെ ശ്രദ്ധിക്കണം, എന്നാലേ നടക്കുകയുള്ളൂ അല്ലേ. മനുഷ്യർ ഓരോരുത്തരും എങ്ങനെ ഈ മലിനീകരണം കുറയ്ക്കാം, എങ്ങനെ ഞാൻ മലിനീകരണം ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കാം എന്നൊക്കെയുള്ളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ സുസ്ഥിര വികസനം കൊണ്ടുവരാൻ വേണ്ടി ഹെർമൻ ഡാലി സജസ്റ്റ് ചെയ്തിരിക്കുന്ന 5 പോയിൻ്റാണ്. ഇത് ഓർക്കുക. ഇതിന് പുറമെ മെയിൻ പോയിന്റ്സ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആദ്യം എഴുതുക യുഎൻ്റെ എക്സ്പ്ലനേഷൻ. അതായത് ഇന്നത്തെ ജനറേഷൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുമ്പോൾ തന്നെ വരാൻ പോകുന്ന ജനറേഷനും ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ വസ്തുക്കൾ പ്രകൃതിയെ ഉപയോഗിക്കേണ്ടത്, അല്ലെ പ്രകൃതി വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഹെർമൻ ഡാലി പറയുന്നു ജനസംഖ്യയുടെ എണ്ണം കുറയ്ക്കണം, പിന്നെ കുറഞ്ഞ ഇൻപുട്ട് കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ടെക്നോളജി ഫോളോ ചെയ്യണം, റിന്യൂവബിൾ റിസോഴ്സസും കുറവേ ഉപയോഗിക്കാവൂ, നോൺ റിന്യൂവബിൾ റിസോഴ്സസും കരുതി മാത്രമേ ഉപയോഗിക്കാവൂ, അതുപോലെ പൊല്യൂഷൻ നിയന്ത്രിക്കുക. അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കാര്യക്ഷമമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോവുക. കറക്റ്റിംഗ് ദി പൊല്യൂഷന് കാരണമാകുന്ന മെയിൻലി മനുഷ്യൻ്റെ ജീവിതശൈലിയല്ലേ. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതശൈലിയിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കുക, പൊല്യൂഷൻ നിയന്ത്രിക്കുക. ഓക്കെ, ഇനി മെയിനായിട്ട് എസ്സേയിൽ വേണ്ടത് ഇത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയാവുന്നതാണ് 5 പോയിന്റ്. അതർ മെയിൻ സ്ട്രാറ്റജീസ് ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങൾ. ഞാൻ പറഞ്ഞു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഫസ്റ്റ് വൺ, strategies for sustainable development should focus on prevention of environmental degradation by limiting the demands on environmental resources. This strategy comprises non-conventional sources of energy, adoption of traditional knowledge and practices and organic farming. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അപ്പോൾ സുസ്ഥിര വികസനം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, പ്രകൃതിക്ക് താങ്ങാവുന്ന ഭാരം മാത്രം നമ്മൾ കൊടുക്കുക. അത്തരത്തിലുള്ള കുറേ ടെക്നോളജിയാണ്. നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അതായത് പാരമ്പര്യേതര വിഭവങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക. പാരമ്പര്യമായി കിട്ടുന്ന കൽക്കരി, പെട്രോളിയം, കോൾ ഇതുപോലുള്ള വിഭവങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ട്, അതായത് പ്രകൃതിയിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക. എന്തൊക്കെയാ? കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി, യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്നാണ് പറഞ്ഞത്. നമ്മൾ പറയുന്നത് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ലൈക്ക് തെർമൽ പവർ ആൻഡ് ഹൈഡ്രോ പവർ ആർ ഹൈലി ഡാമേജിങ് ടു ദി എൻവയോൺമെൻറ്റ്. തെർമൽ പവർ ഈസ് ജനറേറ്റഡ് ബൈ ബേണിംഗ് കോള്. തെർമൽ പവറും ഹൈഡ്രോ പവറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന നമ്മൾ പറഞ്ഞു കോള്, കൽക്കരി. ദിസ് റിലീസസ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് ഇതിന് പറയാം. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഇതുപോലുള്ള വാതകങ്ങളാണ് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നതെന്ന് പഠിച്ചില്ലേ. ഈ വാതകങ്ങളെല്ലാം കോമണായി പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഹരിത ഗൃഹപ്രവാഹം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ മുന്നേ ചെറിയ ക്ലാസ്സിൽ നിന്ന്. which add a global warming. Hydropower generation require a construction of dams. This lead to deforestation and submerging of forest and agricultural land. Sustainable development requires extensive use of non-conventional source of energy like solar, wind, tide, etc. അതായത് നമ്മൾ
പാരമ്പര്യേതര വിഭവങ്ങൾ, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി കൂടുതലായി ഉപയോഗിക്കുക. പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ, പുനരുൽപ്പാദിപ്പിക്കാൻ വീണ്ടും വീണ്ടും പറ്റുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി വരുന്നതല്ല, പാരമ്പര്യേതരമായി നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുക, എനർജി ഉപയോഗിക്കുക. ഇത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതായത് വാട്ടർ, എയർ, സോളാർ ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് എങ്ങനെ എനർജി വിഭവങ്ങൾ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡ് എനർജി, തിരമാലയിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും ഒക്കെ മിന്നലിൽ നിന്നൊക്കെ നമുക്ക് എനർജി ഉണ്ടാക്കാം. അത്തരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. പകരം കൽക്കരിയും പെട്രോളിയം ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള തെർമൽ പവർ പ്ലാന്റ്സും അതുപോലെ ഹൈഡ്രോ പവർ പ്ലാന്റ്സിൻ്റെ ഒക്കെ അളവ് നമ്മൾ കുറക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭൂമി ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഹൈഡ്രോ പവർ പ്ലാന്റ്സ്, തെർമൽ പവർ പ്ലാന്റ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ പദ്ധതികൾ, ഈ വൈദ്യുത പദ്ധതികളും അല്ലെ എനർജി പദ്ധതികളൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എപ്പോഴും എവിടെ അധികം ആൾതാമസം ഇല്ലാത്ത ഏരിയയിലാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അവിടെയൊക്കെ മിക്കവാറും വനങ്ങളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വനങ്ങളൊക്കെ വെട്ടി മാറ്റി വലിയ വലിയ ബിൽഡിങ്ങും ടാങ്കുകളും ഒക്കെ വരും. അപ്പോൾ മാത്രമല്ല അവിടെയൊക്കെ ഇത്രയും ഭാരം ഭൂമിക്ക് നമ്മൾ കൊടുക്കും. ആദ്യം നമ്മൾ മരങ്ങൾ വെട്ടി മാറ്റി അവിടുത്തെ പ്രകൃതി മേൽമണ്ണിന് നാശം സംഭവിച്ചു. അതിന് പുറമെ പ്രകൃതിക്ക് ഭാരവും വരും. അതിന് പുറമെ ഇതിനൊക്കെ പകരം അതിന് പുറമെ ഇവിടുത്തെ ഈ എനർജി പ്രോസസ്സിംഗ് ഒക്കെ നടക്കണമെങ്കിൽ കൽക്കരി, പെട്രോളിയം അല്ലെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽസും ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെ പ്രകൃതിക്ക് പൊല്യൂഷന് കാരണമാകുന്നതുമാണ്. അതിനപ്പുറം ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നു, അതിനപ്പുറം പ്രകൃതിക്ക് ഭാരം കൊടുക്കുന്നു. ഇതിനൊക്കെ പകരം നമ്മൾ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജിയൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ കൺവെൻഷണൽ പരമ്പരാഗതമായി വരുന്ന വിഭവങ്ങളുടെ യൂസ് കുറച്ചുകൊണ്ട് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, വീണ്ടും വീണ്ടും പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പാരമ്പര്യേതര വിഭവങ്ങൾ ഉപയോഗിക്കുക എന്നത് സുസ്ഥിര വികസനത്തിൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ്. ഈ പോയിന്റ്സ് ഓർത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് സ്ട്രാറ്റജി, LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ. ഗ്രാമങ്ങളിൽ LPG നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഗ്യാസ് ഇല്ലേ, ടാങ്കിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസിൽ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ LPG അതുപോലെ ഗോബർ ഗ്യാസ്, ചാണകം വേസ്റ്റിൽ നിന്നൊക്കെ നമ്മൾ ഗ്യാസ് ഉണ്ട്. ഇതൊക്കെ റൂറൽ ഏരിയയിൽ ഉപയോഗിക്കുക. ഇനി അർബൻ ഏരിയയിലോ CNG ഉപയോഗിക്കുക. അത് അടുത്ത പോയിന്റാണ്. ഗുഡ് സ്ട്രാറ്റജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇത് പ്രൊമോഷൻ ഓഫ് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ. വേറെ LPG നമ്മൾ പഠിച്ചിട്ടില്ല, മൂന്നാമത്തെ ചാപ്റ്ററിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതല്ലേ ഇത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഗോബർ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ കാറ്റൽ ഡങ് ഈസ് റിന്യൂവബിൾ റിസോഴ്സസ്. ചാണകമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദ സ്ലറി ലെഫ്റ്റ് ആഫ്റ്റർ ഗ്യാസ് പ്രൊഡക്ഷൻ ഈസ് വെരി ഗുഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ. ഈ ഗോബർ ഗ്യാസിൻ്റെ ഒക്കെ വേസ്റ്റ് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സുസ്ഥിര വികസനം കൊണ്ടുവരാൻ വേണ്ടി, പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി ഗ്രാമങ്ങളിൽ LPG ഉപയോഗിക്കാം, ഗോബർ ഗ്യാസ് ഉപയോഗിക്കാം. പട്ടണങ്ങളിലോ CNG, compressed natural gas. Compressed natural gas is now increasingly used in public transport system. വണ്ടികളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പറയുന്നില്ലേ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി. This reduces air pollution and CNG is used in public transport system in New Delhi. ന്യൂ ഡൽഹി മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ് ഓർത്താൽ മതി. ഒന്നാമത്തേത് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, സെക്കൻഡ് വൺ LPG ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ, അടുത്തത് CNG ഇൻ അർബൻ ഏരിയ. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായി എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. പിന്നെയോ വിൻഡ് എനർജി, കാറ്റിൽ നിന്നുള്ള എനർജി ഉപയോഗിക്കുക, സോളാർ എനർജി ഉപയോഗിക്കുക. നോക്കാം. വിൻഡ് എനർജി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റിന്യൂവബിൾ എനർജി. ദിസ് ഈസ് സസ്റ്റെയിൻ ഇൻ ഏരിയാസ് where the speed of wind is high. India is now a major exporter of wind turbines. Wind energy, which is an environmental friendly energy, should be extremely promoted. നല്ല കാറ്റുള്ള ഏരിയയിൽ ഈ വിൻഡ് ടർബൈൻസ് വെച്ചുകൊണ്ട് നമ്മൾ എനർജി ഉണ്ടാക്കുക. ഇന്ത്യ പല രാജ്യങ്ങൾക്കും ഇത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന പോലും ഉണ്ട്. ഓക്കെ, അത് ഒരു വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പാരമ്പര്യേതരമായ പൊല്യൂഷൻ ഇല്ലാത്തൊരു എനർജിയാണ്. പിന്നെയോ സോളാർ എനർജി, സൂര്യപ്രകാശത്തിൽ നിന്നും ഒരുപാട് വീടുകളിലൊക്കെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ലേ അല്ലേ? നമുക്ക് ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. നോക്കാം. ദ സൺ ഈസ് ആൻ എക്സോസ്റ്റിബിൾ സോഴ്സ് ഓഫ് എനർജി. ഒരിക്കലും തീരാതെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. If this sunlight can be harnessed into solar energy, that would be a great help in solving the energy crisis. മീൻസ് നമ്മുടെ ഈ എനർജി
എനർജി പ്രതിസന്ധി, ഊർജ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ സോളാർ എനർജിയൊക്കെ ഉപയോഗിക്കാം. കത്തിജ്വലിച്ച് അവിടെ നിൽക്കുമല്ലേ സൂര്യൻ. Solar energy can be stored in photovoltaic cells. It can be used in cooking, water heating, lighting, etc. പല വീടുകളിലും ഇപ്പോൾ സോളാർ ലൈറ്റ് ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ പല വീടുകളിലും ബാത്റൂമിൽ ഇപ്പോൾ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് വെള്ളം വരുന്നുണ്ടാവും, പാചകത്തിന് ഉപയോഗിക്കാം. The advantage of solar energy is that it is a renewable source of energy and is completely pollution free. ഒരു പൊല്യൂഷനും ഇല്ല. എവറി ഡേ സൂര്യൻ ഉദിച്ചാൽ എനർജി ഉണ്ടാവുകയും എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. ആ ബാറ്ററികളിൽ, സെല്ലുകളിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് ബൾബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫോട്ടോ വോൾട്ടൈക് സെൽസ് ഇതുപോലെ ഈ എന്താ പറയുക, നമ്മുടെ ബാറ്ററികൾ ഉണ്ടാവും, സോളാർ ബാറ്ററികൾ, ബാറ്ററി സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ബൾബ് യൂസ് ചെയ്യാവുന്നതാണ്, കുക്കിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്, വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്, പല വിധത്തിൽ ഉപയോഗിക്കാം. പിന്നെയോ mini hydel project are constructed across stream. They generate power to meet the local need. The advantage of mini hydel project is that they do not destroy the environment. The capital expenditure is very low compared to large hydel project. ലാർജ് ഹൈഡൽ, വലിയ ജലവൈദ്യുത പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നാൽ അത് ഭൂമിക്ക് ഭാരമാകും, കുറേ ഏരിയയിലെ ഫോറസ്റ്റ് ഒക്കെ വെട്ടിമാറ്റും. എന്നാൽ മിനി ഹൈഡൽ പ്രോജക്റ്റ് ആണെങ്കിൽ ഒത്തിരി ഏരിയയിലെ ഫോറസ്റ്റ് വെട്ടിമാറ്റൂല, ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഭൂമിക്ക് മാത്രം അമിത ഭാരം വരികയുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വലിയ വലിയ പ്ലാന്റ് കൊണ്ടുവരുന്നതിന് പകരം കുഞ്ഞു ഹൈഡൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികൾ ചെറുത് കൊണ്ടുവരിക. അപ്പോൾ ഭൂമിക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അമിത ഭാരം ആവുകയും ചെയ്യില്ല ഈ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട്. മാത്രമല്ല അമിത വനങ്ങൾ, ആൾതാമസം ഇല്ലാത്തടത്താണല്ലോ ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ അവിടെ അമിതമായ വനങ്ങളൊന്നും വെട്ടി മാറ്റുകയില്ല, ചെറിയ പ്ലാന്റ് അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. അതിന് മുന്നേ ഇതുവരെയുള്ള പോയിന്റ്സ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കുക, LPG ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ, CNG ഇൻ അർബൻ ഏരിയ, വിൻഡ് എനർജി, സോളാർ എനർജി, മിനി ഹൈഡൽ പ്രോജക്റ്റ്. ഇതിന് പുറമെ മെയിൻ 2 പോയിന്റ്സ് കൂടിയുണ്ട്. ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, അതായത് നമുക്ക് അസുഖം വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡേ ടു ഡേ ലൈഫ് നമ്മൾ ഹാപ്പിയായി പോകുന്നതിന് വേണ്ടി, ഹെൽത്തിനൊക്കെ വേണ്ടി നമ്മൾ പല മെഡിസിൻസും പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ഹെൽത്ത് ഡ്രിങ്ക്സും. ഇതെല്ലാം നമ്മൾ നാച്ചുറൽ ആയത് പരമാവധി ഉപയോഗിക്കുക. ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, ഇപ്പോൾ പനി വന്നാൽ തുളസി, കുരുമുളക്, പനിക്കൂർക്കല, ആടലോടകം ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുക. പകരം നമ്മളിപ്പോഴെന്താ ചെയ്യുക, വിക്സ്, പാരസിറ്റമോള് അല്ലേ, ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിലേക്ക് നമ്മൾ ഈ വിക്സിൻ്റെ ബോട്ടിൽ പ്ലാസ്റ്റിക് കളയുന്നു. മാത്രമല്ല അതിൽ നിന്ന് വരുന്ന സ്മെല്ല്, മാത്രമല്ല നമ്മുടെ ഇപ്പോൾ പാരസെറ്റാമോള് അതിൻ്റെ കവറ്, ആ മെഡിസിൻ തന്നെ നമ്മളത് പുറത്തേക്ക് കളഞ്ഞാൽ സോയിലും എൻവയോൺമെൻറ്റും ഒക്കെ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. അതിന് പകരം പാരമ്പര്യമായ പല വിഭവങ്ങളും മെഡിസിനും നമ്മൾ ഉപയോഗിക്കുക. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേറൊരു വഴി. എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതിന് പുറമെ ഓർഗാനിക് ഫാമിംഗ്, കഴിഞ്ഞ 6th ചാപ്റ്റർ പഠിച്ചാണ്. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കാതെ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃഷി നടത്തുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. അതും സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സുസ്ഥിര വികസനത്തിൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, LPG ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ, CNG ഇൻ അർബൻ ഏരിയ, വിൻഡ് എനർജി, സോളാർ എനർജി, മിനി ഹൈഡൽ പ്രോജക്റ്റ്, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. 8 പോയിൻ്റാണ് ഈ എസ്സേക്കുള്ളത്. അതിന് മുന്നേ നമ്മൾ ആദ്യം എഴുതണം എന്താണ് സുസ്ഥിര വികസനമെന്നും സുസ്ഥിര വികസനത്തിൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന്. അതായത് സുസ്ഥിര വികസനത്തിന് ഹെർമൻ ഡാലി പറയുന്ന 5 പോയിന്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പോപ്പുലേഷൻ കുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, പോപ്പുലേഷൻ്റെ എണ്ണം കുറക്കുക, പൊല്യൂഷൻ കുറക്കുക, അങ്ങനെ 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് ഹെർമൻ ഡാലി പറഞ്ഞത്. അപ്പോൾ ഒരു എസ്സേ ആണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ സുസ്ഥിര വികസനം എന്ന് എഴുതുക. ഹെർമൻ ഡാലി പറഞ്ഞ 5 പോയിന്റ്സ് ചെറുങ്ങനെ ഓരോ ലൈനിലോ 2 ലൈനിലോ എഴുതുക. അതിനുശേഷം ഈ 8 പോയിന്റ് പലരും വിട്ടു പോകുന്നതാണ്. ലാസ്റ്റ് 2 പോയിന്റ് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, പാരമ്പര്യപരമായി നമ്മൾ ഉപയോഗിച്ച് വരുന്ന പല രീതികളും ജീവിത രീതികളും, അത് വിട്ടുപോകരുത്. അതും ഒരു പോയിന്റാണ്. ജൈവ കൃഷിയും ഒരു പോയിന്റാണ്, അതും വിട്ടുപോകരുത്. ഈ 8 പോയിന്റ് പ്ലസ് നേരത്തെ ഹെർമൻ ഡാലിയുടെ 5 സിംഗിൾ പോയിന്റും എന്താണ് സുസ്ഥിര വികസനം എന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് 8 മാർക്ക് ഷുവർ. എസ്സേയുടെ 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എസ്സേക്ക് 8 മാർക്കാണ്, അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസും ഓർഗാനിക് ഫാമിങ്ങും നോക്കാം.
Traditional knowledge and practices. Before industrialization, human life has been environmental friendly. Traditional knowledge has extensively used. വ്യാവസായികവൽക്കരണത്തിന് മുന്നേ നമ്മൾ പാരമ്പര്യപരമായ പല കാര്യങ്ങളും ഉപയോഗിച്ചിരുന്നു. ട്രഡീഷണൽ പ്ലാന്റ് ആൻഡ് ഹെർബ്സ് വർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇന്ത്യ ഹാസ് അറൗണ്ട് 15,000 species of plant which have medicinal property, and many treatment forms of Ayurveda have been recognized globally. If traditional knowledge and system go out of use, they will be lost forever. This should not happen. നമുക്ക് ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് എക്സാമ്പിൾ നമ്മൾ കുളിക്കുമ്പോൾ മുന്നേ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? മുന്നേ തലയിൽ സോപ്പോ ഷാമ്പൂ ഒക്കെ ആയിരുന്നോ? പയറുപൊടി, അത്ത്, അതൊക്കെ അത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ തൊലിയാണ്. അതുപോലെ തന്നെ ഷാമ്പൂ ആയിട്ട് ചെമ്പരത്തി ഷാമ്പൂ, താളികൾ ഒക്കെയല്ലേ നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ കെമിക്കലിട്ട ഷാമ്പൂ, സോപ്പ്, ബോഡി വാഷ്, ഇങ്ങനെ പലതും ഉപയോഗിക്കുകയല്ലേ. അതൊക്കെ നമ്മുടെ വാട്ടർ, സോയിൽ, എൻവയോൺമെൻറ്റ് ഒക്കെ പൊല്യൂട്ടഡ് ആക്കുമല്ലേ. ഇതൊക്കെ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. നോക്കാം. ആൻഡ് ഓഫ് ലേറ്റ് there is resources of some traditional system. For instance, herbs are extensively used in the preparation of soap, shampoo, creams, etc. Okay. Organic farming in jaiva krishi. The green revolution is major landmark in India's economic history, and it gave us self-sufficiency in food grain. It also created many adverse environmental impact. അപ്പോഴേ നമ്മൾ ഗ്രീൻ റവല്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ അതിൻ്റെ നെഗറ്റീവ്സൊക്കെ? ഭക്ഷ്യസുരക്ഷയൊക്കെ തന്നു, പക്ഷെ പല നെഗറ്റീവ്സും വന്നു. എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഡീഗ്രേഡ് ദ ക്വാളിറ്റി ഓഫ് ലാൻഡ്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി ഇല്ലാതാക്കി. ഫുഡ് പ്രോഡക്റ്റ് ബിക്കം കണ്ടാമിനേറ്റഡ്, മലിനമായി തീർന്നു. ഇറ്റ് ഈവൻ പോയിസൺഡ് വാട്ടർ ബോഡീസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റം. നമ്മുടെ ഭൗമോപരിതലത്തിലുള്ള വെള്ളവും അതോടൊപ്പം ഗ്രൗണ്ട് വാട്ടർ എല്ലാം നമുക്ക് കണ്ടാമിനേറ്റഡായി, പൊല്യൂട്ടഡായി, മലിനമായി, വിഷമയമായി. സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ് ഈസ് ഓർഗാനിക് ഫാമിംഗ്. ഏറ്റവും പ്രധാന വഴി ഓർഗാനിക് ഫാമിംഗ് ആണ്. ഇതിനൊക്കെ അതിന് 2 വഴികളാണ്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ബയോ കമ്പോസ്റ്റിംഗ് ആൻഡ് ബയോ പെസ്റ്റ് കൺട്രോൾ. അതായത് ജൈവ വളങ്ങളും എന്താ ഓർഗാനിക് ഫാമിംഗ് എന്ന് ചോദിച്ചാൽ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും, പച്ചിലകളും ചാണകവും ഉപയോഗിച്ചുകൊണ്ടുള്ള വളങ്ങളും, അതുപോലെ തന്നെ കരിയിലയും പുകയില കഷായമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കീടനാശിനികളും നമ്മൾ ഉപയോഗിക്കുക. ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തുന്നു. ദാറ്റ് ഈസ് ബയോ കമ്പോസ്റ്റിംഗ് ആൻഡ് ബയോ പെസ്റ്റ് കൺട്രോൾ. ബയോ കമ്പോസ്റ്റിംഗ് ഈസ് എ കമ്പോസ്റ്റ് മെയ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ്, കാറ്റിൽ ഡങ്, ചാണകം, ബേർഡ് ഡ്രോപ്പിംഗ്, പക്ഷികളുടെ മീൻസ് കോഴിക്കാട്ടൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ഗ്രീൻ ലീവ്സ്, പച്ചിലകൾ ആർ വെരി ഗുഡ് ബയോ ഫെർട്ടിലൈസേഴ്സ്. The quality of agriculture produce made from biocompost is much superior to that of agriculture produce cultivated using chemical fertilizers. നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിലൂടെ കിട്ടുന്ന വിളവിൻ്റെ ഗുണങ്ങളൊക്കെ 6th ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? വളരെ ഹെൽത്തിയാണ്, ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പഠിച്ചല്ലോ. അതേപോലെ ബയോ പെസ്റ്റ് കൺട്രോൾ, പെസ്റ്റ് കീടങ്ങളെ നശിപ്പിക്കുന്ന ജൈവ കൺട്രോൾ മെഷേഴ്സ് അല്ലെ ടെക്നിക്ക്. ബയോ പെസ്റ്റിസൈഡ്സ് ആർ produced from plant products, neem, വേപ്പ്, നീം ആൻഡ് ടുബാക്കോ അല്ലെ പുകയില, മീൻസ് നമ്മുടെ ആര്യവേപ്പിലെയും പുകയിലയും ഗുഡ് ബയോ പെസ്റ്റിസൈഡ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. മിക്സ്ഡ് ക്രോപ്പിംഗ് ആൻഡ് ക്രോപ്പ് റൊട്ടേഷൻ ആർ ഓൾസോ ഇഫക്റ്റീവ് ഇൻ കൺട്രോളിങ് പെസ്റ്റ്. അതോടൊപ്പം മാറി മാറി കൃഷി ചെയ്യുക, അതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റ് പല വിളകളും കൃഷി ചെയ്യുക. Different species of animals and birds also play an important role in pest and insect control. അതിന് പുറമെ ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ മറ്റ് പക്ഷികളും മറ്റ് ജീവികളും സഹായിക്കും. ഇപ്പോൾ പ്രാണികളെ തിന്നുന്ന തവളകൾ, അതുപോലെ പാമ്പുകൾ, അതുപോലെ തന്നെ ചില പുഴുക്കളെയൊക്കെ തിന്നുന്ന പക്ഷികളൊക്കെ ഉണ്ട്. ഇവയൊക്കെ വയലിൽ വന്നാൽ തന്നെ നമ്മുടെ കീടങ്ങളെയൊക്കെ അവർ തിന്നു തീർത്തോളും അല്ലേ. അപ്പോൾ ഈ പെസ്റ്റിനെ നിയന്ത്രിക്കാൻ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ജീവികളുണ്ട്, അതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പെസ്റ്റ് ആൻഡ് ഇൻസെക്റ്റ് ഈറ്റിംഗ് ബേർഡ്സ് ആർ നാച്ചുറൽ റെമഡി ടു ദ പെസ്റ്റ് കൺട്രോൾ പെസ്റ്റ് പ്രോബ്ലം. അപ്പോൾ കീടങ്ങളെ നശിപ്പിക്കുന്ന പക്ഷികൾ, പാമ്പ്, തവളകൾ ഇതൊക്കെ നമുക്കൊരു നല്ലൊരു അനുഗ്രഹമാണ്.
Sustainable development has become a mantra of modern time. Many sustainable development activities have been initiated in many countries, but we have a long way to go. നമുക്കെപ്പോഴും സുസ്ഥിര വികസനം നമ്മുടെ ഒരു മന്ത്രമായിരിക്കണം, നമ്മുടെ ഒരു ജീവിത ഭാഗമായിരിക്കണം ജീവിതത്തിൻ്റെ. പല രാജ്യങ്ങളും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുമുണ്ട്. Sustainable development should minimize environmental problems, meeting the needs of the present generation without compromising the prospect of future generation. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ജനറേഷൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തണം, അതോടൊപ്പം വരാൻ പോകുന്ന ജനറേഷൻ്റെ ആവശ്യം തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ വെച്ചുകൊണ്ടുള്ള ചാപ്റ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്തു. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, 9th ചാപ്റ്റർ. വീഡിയോ കുറച്ച് നീണ്ടു പോയിട്ടുണ്ടാവും, കുഴപ്പമില്ല, ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രധാന കാര്യം, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ തന്നെ തരാം. ഒന്ന്, എന്താണ് എൻവയോൺമെൻറ്റ്, എന്താണ് എൻവയോൺമെൻറ്റ് ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ്. 4 ഫങ്ഷൻ അല്ലേ? ജീവനെ നിലനിർത്തുന്നു, വിഭവങ്ങൾ തരുന്നു, സുന്ദരാനുഭൂതി നൽകുന്നു, അതോടൊപ്പം തന്നെ വേസ്റ്റിനെ അബ്സോർവ് ചെയ്യുന്നു അല്ലേ? സിംപിളി പോയിന്റ്സ് ഓർത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് വായിച്ച ഓർമ്മയിൽ എഴുതാം. പിന്നെ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്, നമ്മുടെ എൻവയോൺമെൻറ്റ് അവസ്ഥ എന്താണ്, എത്രമാത്രം പൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പോസിറ്റീവ് ക്വാളിറ്റിയാണ് പറയുന്നത്. ഇടതൂർന്ന വനങ്ങളും ഫലഭൂയിഷ്ടമായ വളങ്ങളും അരുവികളും, ഇടതൂർന്ന വനങ്ങളും ഫലഭൂയിഷ്ടമായ മണ്ണും അരുവികളും മൗണ്ടെയിൻസ് പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ അടങ്ങിയ പ്രകൃതി രമണീയമാണ് നമ്മൾ. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ അവസ്ഥ, അതായത് സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ പൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഇഷ്യൂസൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ മെയിൻലി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, സുസ്ഥിര വികസനം സാധ്യമാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴികൾ എന്താ, ഹെർമൻ ഡാലി പറഞ്ഞ 5 പോയിന്റ് ഓർക്കുക, അതിനുശേഷമുള്ള 8 മെയിൻ പോയിന്റ്സ് ഓർക്കുക. ആ 8 പോയിന്റിൽ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, പാരമ്പര്യ ജീവിത രീതികളും മെഡിസിനും ഒന്നും വിട്ടുപോകരുത്, അതുപോലെ ഓർഗാനിക് ഫാമിങ്ങും വിട്ടുപോകരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മാത്രം ഇപ്പം ഞാൻ പറയാനെന്താ കാരണം എന്ന് വെച്ചാൽ, അതായത് ഫോക്കസ് ഏരിയ മാത്രം, ഫോക്കസ് ഏരിയ അല്ലാത്ത ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു നിങ്ങളോട്, നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവും. ഗ്ലോബൽ വാർമിംഗ്, അതോടൊപ്പം തന്നെ ഓസോൺ ഡിപ്ലീഷൻ, അതാണ് ജസ്റ്റ് വായിച്ചാൽ മതി. അതായത് ഓസോൺ ലെയർ, പ്രകൃതിയിൽ നിന്നും നമ്മുടെ ഒരു 12 മൈൽസ് മുകളിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഓസോൺ പാളി. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഇഫക്റ്റ്, അതായത് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഇതുപോലുള്ള ഗ്യാസസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് അതിന് ഹോള് സംഭവിക്കുകയും അൾട്രാവയലറ്റ് രശ്മി നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാനുള്ള പ്രകൃതി ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അപ്പോഴാണ് നമുക്ക് സൂര്യാഘാതവും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് കാരണം നമ്മുടെ മലിനീകരണമാണ്. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇതുപോലെ തന്നെ ജീവിതശൈലി കൊണ്ട് പുറത്തേക്ക് വരുന്ന വാതകങ്ങളാൽ എൻവയോൺമെൻറ്റ് ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയി കൂടുന്ന അവസ്ഥയാണ്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോക്കോളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വായിച്ചാൽ മതി. അതിൻ്റെയും സമ്മറി, അതായത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഭാഗത്തിൻ്റെ സമ്മറി ഞാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചറെ ഈ ക്ലാസ് നിങ്ങൾ ഇതുപോലെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ബുക്ക് ഓപ്പൺ ചെയ്ത് കേൾക്കുക. കംപ്ലീറ്റ്ലി ബുക്ക് നോക്കി വായിക്കാതെ സമ്മറി പറഞ്ഞാൽ 2-3 പാരഗ്രാഫും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ ഫോക്കസ് ഏരിയയിലെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ പോയിന്റ്സ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. കാരണം അതെന്നെ ചോദിക്കുമ്പോൾ തന്നെ 10-15 മാർക്കിൻ്റെ ആവൂലേ. ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ് ചോദിക്കുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 8 മാർക്കിന് ചോദിക്കുന്നു, പിന്നെ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ അഥവാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ചോദിക്കുകയാണെങ്കിലാണ് മറ്റേ നമ്മൾ ഓർക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ ചിപ്കോ മൂവ്മെൻറ്റ് ഹിമാലയൻ വനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ആപ്പിക്കോ മൂവ്മെൻറ്റ് കർണാടക വനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതിൻ്റെ കൂടെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഉണ്ട്. അത് നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ്റെ ആ ഭാഗമായിട്ട് ആ ഏരിയയിൽ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യോട്ടോ പ്രോട്ടോക്കോൾ, ജപ്പാനിലെ ക്യോട്ടോയിൽ ചേർന്ന മീറ്റിംഗ്, അതുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓർത്തോളൂ. അതുപോലെ തന്നെ ചില വാതകങ്ങളെ കുറിച്ചൊക്കെ, ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാതകങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ, ഇതൊക്കെ ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് വന്നേക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൻ്റെ എക്സാമിനേഷൻ പോയിന്റ്. ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.